ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരൻ, നിന്റെ ജീവിത തീരുമാനങ്ങളിലെ ഈ ഒരു ശുശ്രൂഷയിൽ നിന്നോട് കർത്താവിന് എന്തോ വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില സാക്ഷ്യങ്ങൾ, അതായത് രസകരമായ കുറേ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ ഇവിടെ പറഞ്ഞായിരുന്നു. പലതും ഇപ്പം മരിയ റെജി വൈറ്റില ഈ ആഴ്ചയിൽ വന്നൊരു നല്ല സാക്ഷ്യമാണ്. മരിയ റെജിയുടെ ജീവിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വൈറ്റിലക്കാരാണ്. അവരെ 11 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. നമുക്കറിയാമല്ലോ, ഇതിന് മക്കളില്ലാത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ തന്നെ ഈ അമ്മമാർ മൊണോട്ടണസ് ആവും. പിന്നെ ഒരു കാര്യങ്ങൾക്കും അവർക്ക് പോകാനോ വരാനോ ഉള്ള മനസ്സുണ്ടാകത്തില്ല. മനസ്സ് ഇടിഞ്ഞു പോകും. ചതഞ്ഞ ഞാങ്കണ പോലെയാവും അവരുടെ മനസ്സ്. ചില ആൾക്കാർ അത് ഒടിച്ച് കളയും, ചിലർ ഒടിക്കരുത്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് കാലദൈർഘ്യം കൊണ്ട് ഞാങ്കണകൾ, വിശ്വാസത്തിന് ഞാങ്കണകൾ ചതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ടെസ്റ്റിംഗ് പീരീഡാണ് ശരിക്കും. അപ്പോൾ ഈ അമ്മമാർക്കുണ്ടാകുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ അമ്മമാർ തന്നെയല്ല, അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ തന്നെയല്ല, പല വിഷയങ്ങളിലും, അതായത് ഇപ്പം വിവാഹം താമസിക്കാം, ജോലി താമസിക്കാം. ഇങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരു ഞാങ്കണയാണെങ്കിൽ അത് ചതഞ്ഞിരിക്കും. ചില ആൾക്കാരെ പിന്നീട് വിവാഹം ഒത്തുവരാത്തതുകൊണ്ട് പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട്. എന്താ കാര്യം? നാട്ടുകാർ ചോദിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അത് കുഞ്ഞുങ്ങളില്ലാത്തവരോടും ചോദിക്കും ആൾക്കാർ. അപ്പോഴേ അവരാണ് നമ്മുടെ ഞാങ്കണ ഒടിക്കാൻ നമ്മളെ സഹായിക്കണത്. ഇങ്ങനെ നാട്ടുകാരുടെ വായടക്കാൻ വേണ്ടി, അയ്യോ ഇനി വീട്ടിൽ ഒരു മനുഷ്യന് പുറത്തിറങ്ങിയ ഇതേ ചോദ്യമേ ഉള്ളൂ, ഞാൻ മടുത്ത് എന്ന് പറയും. പലപാടും ചത്താ മതിയായിരുന്ന. ഇതാണ് ചതഞ്ഞ ഞാങ്കണ ഒടിക്കണം എന്ന് പറയണത്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു പണ്ടേ. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ജോലി കിട്ടാതെ വരുമ്പോൾ, കുറേ നാട് ജോലി കിട്ടാതെ വരുമ്പോൾ അവിടെ വിശ്വാസത്തിന് ഞാങ്കണ ചതഞ്ഞ് വരും. അപ്പോഴാണ് നമ്മളെക്കാൾ റാങ്ക് കുറഞ്ഞ ആൾക്കാർ ജോലി വാങ്ങിച്ചുകൊണ്ട് അവിടെ ശമ്പളം വീട്ടിലെത്തുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ കൂടി പത്രാസട്ട് നടക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും, നീയും അവനും നോക്ക്, വെറുതെ നടന്നിട്ട് വല്ല കാര്യമുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇതാണ് അമ്മ വന്ന് നമ്മുടെ ഞാങ്കണ അങ്ങോട്ട് ഒടിച്ചു കളയും. വീട്ടിലുള്ള ആൾക്കാർക്ക് പിന്നെ അന്നേരം ഈ ഞാങ്കണ ഒടിക്കാൻ വേണ്ടി പിശാച് വിചരിക്കുന്ന ആൾക്കാരാണ്. കാരണം നിന്നെ അധൈര്യപ്പെടുത്തണ ആര് സംസാരിച്ചാലും, നീ ശ്രദ്ധിക്കരുത്. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം. ഞാൻ ഈ സമയത്ത് ഓർക്കിയിരുന്നു ഈ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ. ചില ആൾക്കാരുടെ വീട്ടിൽ അവിടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബന്ധുക്കളാണ്. ഇപ്പം അമ്മയ്ക്കും ആ ഒരു അബദ്ധം പറ്റിയതാണ്. അമ്മ ഈശോനെ കാണാതെ വന്നപ്പോൾ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച്. ബൈബിൾ അങ്ങനെ ഉണ്ടൊരു വശം ഇല്ലേ? ബൈബിളിൽ ഈശോ അമ്മയെ കാണാതെ വന്നപ്പോൾ അമ്മ ബന്ധുക്കളുടെ ഇടയിൽ അന്വേഷിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൽ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. സുവിശേഷം 2:44. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ഇതാണ് ബന്ധുക്കളുടെ ഇടയിൽ തിരക്കും. അതായത് ഇപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ ഇപ്പം അമ്മയ്ക്ക് ഉത്കണ്ഠ വന്നപ്പോഴല്ല, എൻ്റെ മകനെ ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിച്ചെന്ന് വന്നില്ലേ?
ആ ഉത്കണ്ഠയിലൂടെ ആദ്യം അന്വേഷിച്ചത് ബന്ധുക്കളുടെ ഇടയിൽ കാണാതെ വന്നതിന് ശേഷമാണ്. എന്ത് ഞാനിങ്ങനെ പറയണ കാര്യം വെച്ചാൽ, ചിലപ്പോൾ ഈ നമ്മൾ ഞാൻ ഈ കുറേ ദിവസങ്ങളായിട്ട് ചതഞ്ഞ ഞാങ്കണയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനത് പറയണത്. ആകസ്മികം അവിടെ ഞാൻ ചിന്തിച്ചെടുത്തതൊന്നുമല്ല. അതായത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പല വിഷയങ്ങൾ, ഈ കോവിഡെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതമൊക്കെ നാട്ടുകാരെ ഒന്ന് ചതച്ച്, കോവിഡും ഒമിക്രോണും വന്ന് നമ്മുടെ വിശ്വാസം അതിന് ഞാങ്കണ ചതച്ചിട്ടുണ്ട് അല്ലേ? കോവിഡും ഒമിക്രോണും കൂടി വന്നിട്ട് നമ്മുടെ വിശ്വാസമാകുന്ന ഞാങ്കണ ചതച്ചിട്ടുണ്ട്. ഈ ചതഞ്ഞ ഞാങ്കണയാണ് വീട്ടുകാരും നാട്ടുകാരും കൂടി ഒടിച്ചിരിക്കുന്നത്. അതിനെ അഥവാ നിന്നെക്കൊണ്ടവർ നിൻ്റെ വിശ്വാസം ഒടിപ്പിച്ചു, എന്ത് പ്രയോജനം? ഇത്രയും കാത്തിരുന്നിട്ട് എന്ത് പ്രയോജനം? ഞാൻ എന്താ ഈ ബന്ധുക്കൾ ഒടിയാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ, ഈ ബന്ധുക്കൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുന്നുണ്ട്. കർത്താവിൻ്റെ ബന്ധുക്കൾ അവരെന്താ ചെയ്യണത്? കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ കാണുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നത് ഈ മാതാവ് അന്വേഷിച്ച ബന്ധുക്കളാണ്. ഇതാണ് പ്രശ്നം. ഒരു പോസിറ്റീവായിട്ട് ഒരു പരിപാടിക്കില്ല അവർ. നിൻ്റെ ആൻറ്റിമാർ, പല ആൾക്കാരും ഡൈവേഴ്സ് നടത്തിയിരിക്കുന്ന ആരാണ്? ആൻറ്റിമാരാണ്. ഉറപ്പില്ലേ? അതായത് പല ആൾക്കാർക്കും ലൈൻ ഒപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആരാണ്? ആൻറ്റിമാരാണ്. നമ്മൾ ഓരോരുത്തരുടെ പ്രണയക്കുരുക്കിൽ ചെന്ന് അടിച്ചിരിക്കുന്ന അമ്മയുടെ അനിയത്തിയുടെ മക്കൾ, കസിൻസ്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരാണ്. ഈ ആൾക്കാർക്ക് വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ ആർക്കും വേണ്ടി റെഫറൻസ് പേഴ്സണെ വെക്കരുത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസ ജീവിതത്തിലെ പലപ്പോഴും എൻ്റെ ദുഃഖാനുഭവങ്ങൾ കാരണം വിശ്വാസം ചതഞ്ഞ് ഞാങ്കണ പോലെ വരുമ്പോഴേ ഐശയ്യാ 42:3 അനുസരിച്ചുകൊണ്ട് അത് ഒടിക്കാതിരിക്കുവാൻ കർത്താവേ എനിക്ക് പ്രത്യേക പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും നൽകണം. ഇതുപോലെ തന്നെ, അതായത് ഈ ഞാങ്കണ ചതയണ എപ്പോഴാണ്, അത് ഒടിയണത് എപ്പോഴാണെന്ന് നമുക്കൊരു ധാരണയുണ്ടാകണം. കാരണം കാലാവസ്ഥ ഭേദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഞാങ്കണ ചതഞ്ഞു പോണത്. പിന്നെ നാട്ടുകാരത് നമുക്ക് നെഗറ്റീവ് സംസാരിച്ച് ഒടിച്ചു കളയും. അപ്പം നീ അത് വളരെ ശ്രദ്ധയോടെ, കാര്യം നിൻ്റെ വിശ്വാസം ഇതിനെ എല്ലാത്തിനെയും അതിജീവിച്ച വിശ്വാസമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എല്ലാ സിറ്റുവേഷനും സാഹചര്യങ്ങളും മനസ്സിലാക്കി ഞാനും എൻ്റെ ദൈവവും എന്ന വിചാരത്തിലെ എൻ്റെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ക്ഷയത്തിനും കർത്താവേ ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ള രഹസ്യം മനസ്സിലാക്കി പ്രതികൂല സാഹചര്യങ്ങളിൽ ജാഗ്രതയോട് ജീവിക്കാൻ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ, ഭൗതികമായ ഇല്ലായ്മകൾ വരും. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ഇല്ലായ്മകൾ വരും. അതുപോലെ തന്നെ ആത്മീയമായ ഇല്ലായ്മകളും വരും. ഭൗതികമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ തുടങ്ങണത് നമുക്കറിയാവില്ല. എന്തിലാണ് തുടങ്ങണത്? കാനായിലെ വിവാഹ വിരുന്നിലാണ് അത്ഭുതങ്ങൾ തുടങ്ങണത്. എങ്ങനെയാണ് തുടങ്ങണത്? ഭൗതികമായ ഒരു വിഭവം ഇല്ലായ്മ വന്നു, ഇല്ലേ? അത് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്. 2:3 വീണ്ടും വായിക്കാം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. വചനം വരണത് ഇപ്പം ഭൗതികമായ സാഹചര്യങ്ങൾ ഇല്ലാത്ത കുറേ സാഹചര്യങ്ങൾ ബൈബിളിലുണ്ട്. ഇല്ലായ്മ യോഹന്നാൻ്റെ ഒരു പ്രധാന പ്രമേയമാണ് ഇല്ലായ്മ. അവസാനം യോഹന്നാൻ്റെ സുവിശേഷം അവസാനത്തെ അത്ഭുതം അതായത് അത്ഭുതങ്ങൾ അതോടുകൂടി തീരുകയാണ്. അതോടുകൂടിയാണ് ലാസറിൻ്റെ ഉത്ഥാനത്തോടുകൂടിയാണ് അത്ഭുതങ്ങൾ തീരണത്. പിന്നെ ചെവി ഒട്ടിച്ച് വെക്കണമെന്നൊക്കെ ഒറ്റപ്പെട്ട അവസാനത്തെ അത്ഭുതമാണ്. പക്ഷെ അതൊരു അത്ഭുതമായിട്ടൊരിക്കലും നമ്മളെ സുവിശേഷകന്മാർ
അങ്ങനെ ആ രീതിയിൽ അതിനെ ഫർണിഷ് ചെയ്യുന്നില്ല. അത് ഒരു ക്ഷമയുടെ പാഠം, ശത്രുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പാഠം കാണിക്കാനാണ്, അല്ലാതെ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി ഉദ്ദേശിച്ചിട്ടല്ല. അത്ഭുതങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? മാനിഫെസ്റ്റേഷനാണ്. എപ്പിഫനി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷീകരണം. പ്രത്യക്ഷീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിലുള്ള ദൈവത്വത്തെ പ്രകടിപ്പിക്കുന്നതിൽ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ വളർത്താൻ വേണ്ടി ഇങ്ങനെ എപ്പിഫനികൾ, പ്രത്യക്ഷീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ എപ്പിഫനി പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഉദ്ദേശം എപ്പിഫനി എന്ന് പറഞ്ഞാൽ ഈ പ്രത്യക്ഷീകരണമാണ്, ദൈവത്തിൻ്റെ മഹത്വം വെളിവാകലാണ് എന്ന് മനസ്സിലാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11 അത്ഭുതങ്ങൾ തീരുകയാണ്. പിന്നെ ഇല്ല. പിന്നെ ഉള്ളതെല്ലാം പീഡാനുഭവത്തെക്കുറിച്ച് അങ്ങോട്ട് പോവുകയാണ്. 12 ഗ്രീക്കുകാർ വരുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ മഹത്വ വീഴാൻ പ്രവർത്തിക്കുന്ന കാര്യം പറയുന്നു. ഗോതമ്പ് മണി നിരത്തി വീണ് അഴിയാമ്പോഴ കാര്യം പറഞ്ഞു. പാഷനായി 13 എന്താണ്? പിന്നെ കാല് കഴുകണതും, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പിതാവിൻ്റെ ചാപ്റ്ററാണ്, പിന്നെ ഈശോയുമായിട്ടുള്ള കമ്മ്യൂണിയൻ ഐക്യമാണ്. യോഹന്നാൻ വളരെ കാലം ഉപവസിച്ചും പ്രാർത്ഥിച്ചും തൻ്റെ പത്മോസ് ദ്വീപിലെ തൻ്റെ ചങ്ങലകൾ കിലുക്കി രാത്രികാലങ്ങളിരുന്ന് പാടിയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് അതായത് ഓരോ വരി നമ്മൾ വായിക്കുമ്പോഴും നമ്മളിങ്ങനെ ഹൃദയം പൂരണിച്ച് പോകും. അത്രയ്ക്കും ദൈവം കൈ പിടിച്ച് എഴുതിയ ഒരു സുവിശേഷമാണ്. എൻ്റെ ഓരോ ഭാഗങ്ങൾ വായിക്കാം. എൻ്റെ ബിംബങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് എന്ത് മനോഹരമാണ്. പഴയ നിയമത്തിലൊക്കെ അമ്മയും കുഞ്ഞുമാണ്. ഇപ്പോൾ 49:15 ഐശയ്യാ വചനങ്ങൾ 49:15 എന്താ പറയണ? അതേ, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കിയില്ല. അപ്പോഴേ ഐ ഹാവ് കാർവ്ഡ് യു ഔട്ട് ഇൻ മൈ പാം, എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ കൊത്തി വച്ചിരിക്കുന്ന ആ പിതാവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ബിംബകൽപ്പനയാണ് പിന്നീട് മുന്തിരിച്ചെടിയും ശാഖയെന്ന് പറയുമ്പോൾ ഈശോ എടുക്കുന്നത്. മറ്റതൊരു സ്റ്റാച്യു പോലെ ഇങ്ങനെ കുത്തി കാണാനും സ്നേഹിക്കാനും ഓർക്കാനുമാണ്. പക്ഷേ അങ്ങനെയല്ല ഇത്. മുന്തിരിച്ചെടി ശാഖ എന്ന് പറയുമ്പോൾ നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് ഈശോ പറഞ്ഞു. അതിനേക്കാൾ വലുത് ഈശോ എന്ത് പറയാനാ? എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ഫലം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അപ്രതിരോധ്യമായിട്ടുള്ള അനിഷേധ്യമായിട്ടുള്ള ആത്മീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് യോഹന്നാൻ്റെ 15-ാം അധ്യായത്തിൽ. ശ്രുതികട്ടെ ഹല്ലേലൂയ. രസമെന്ന് പറയണത് യോഹന്നാൻ്റെ ഈ സുവിശേഷത്തിൽ അവസാനം വരുമ്പോഴേ ആദ്യം വീഞ്ഞില്ല, ഭൗതിക വിഭവങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സുവിശേഷം അവസാനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വീഞ്ഞും അതുപോലെ തന്നെ ഉള്ള ആരുമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. മനുഷ്യന്മാരില്ല ഇല്ല എന്ന് പറയുന്ന സുവിശേഷമാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 5:7 വചനം. ഇതൊക്കെ ഇപ്പം ഈശോ തന്നുകൊണ്ടിരിക്കണതാണ് കേട്ടോ. പണ്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഇപ്പം ഈശോ ഓരോ വചനങ്ങൾ തരികയാണ്. അവൻ പറഞ്ഞു കർത്താവേ നിങ്ങൾ ഏറ്റു പറഞ്ഞേ. അവൻ പറഞ്ഞു കർത്താവേ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഇതാണ് അവസ്ഥ. നോക്കിയേ, ആദ്യം വീഞ്ഞില്ലെന്ന് പറഞ്ഞു, വിഭവങ്ങളില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴെന്താ പറയണത്? ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും സഹോദരങ്ങളും ആരും ഇല്ലെന്ന് പറയും. മനുഷ്യന്മാരില്ല. ഇല്ലായ്മയെ എങ്ങനെ സുന്ദരമായ രീതി യോഹന്നാൻ ഈ ക്രിസ്തുവിനെ സ്പേസ് ചെയ്തുകൊണ്ട്, അതായത് നിനക്ക് എന്തെങ്കിലും അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇല്ലായ്മ വന്നാൽ ആ സ്പേസ്, ആ ബ്ലാങ്ക് ക്രിസ്തുവിനുള്ളതാണെന്നാണ് യോഹന്നാൻ പറയണത്. വേറെ ഒന്നുകൊണ്ടും നിറക്കാനുള്ളതല്ല. മനസ്സമാധാനമില്ല. ആ ഇല്ലായ്മ ക്രിസ്തുവിനുള്ളതാണ്. അവൻ 38 വർഷമായി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു എന്നാണ് പറയണത്. അല്ലാതെ ഇയാൾ വേറെ ആരും ചെന്ന് പറഞ്ഞതൊന്നുമില്ല. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈശോ എല്ലാ കാര്യങ്ങളും കാണുന്നു. ഇപ്പം നിനക്ക് ജോലിയില്ല, ഈശോക്ക് അറിയാം. പക്ഷെ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോയുടെ ഒരു മനസ്സുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഈ മനുഷ്യൻ 38 വർഷമായി, ആ ഭാഗം എന്ന് വെച്ചാൽ 38 വർഷമായി
യോഹന്നാൻ 5:5. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അതാണ് പ്രശ്നം. ആരാണ് കണ്ടത്? ഈശോ. 10,000 മനുഷ്യർ അവിടെ കൂടി പോകുന്നുണ്ട്. പ്രയോജനമില്ലാത്ത മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ലോകത്തൊരു മനുഷ്യൻ മാത്രമേ, അതായത് ഇവനെ സുഖപ്പെടുത്തിയത് കൊണ്ട് കർത്താവിന് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകണ്ട, നാട്ടുകാരുടെ ആരുടെയും ഒരു സപ്പോർട്ട് ആവശ്യമില്ല. എപ്പോഴും നമ്മൾ സുവിശേഷകൻ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പത്രോസ് അപ്പോസ്തലൻ പൗലോസ് പണ്ട് പറയുമായിരുന്നേ, ഈ നടപടി പുസ്തകത്തിൻ്റെ 18:10, അതായത് ഈ നഗരത്തിലെ വായിച്ചോളൂ. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയില്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. വളരെയേറെ ആളുകളുണ്ട്. അതായത് ചില സമയത്ത് നമ്മുടെ കൂടെ ഒത്തിരി ഈശോ തന്നെ പറയണത് എന്താ പറയണത്? അതായത് നിന്നോടുകൂടി ഞാനുണ്ട്. അതൊരു ഭാഗമാണ്. നിന്നോടുകൂടി ഞാനുണ്ട്. പിന്നെ എന്താണ്? ഈ നഗരത്തിൽ എനിക്ക് ഒത്തിരിയേറെ ആൾക്കാരുണ്ടെന്നാണ് പറയണത്. പക്ഷേ അതൊരു അനുഭവമാണ്. ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഈ ഗമാലിയേലിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഗമാലിയേലാണ് വന്നിട്ട് ഇടയ്ക്ക് ഈ വിഷയത്തിനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. അതാണ് എനിക്ക് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ പ്രശ്നത്തിൽ നമ്മുടെ ജീവിതാനുഭവത്തിൽ ഇതുപോലെ ഈശോ കൂടെ ഉണ്ടാകും, ബന്ധുക്കളും സ്വന്തപ്പെട്ട സഹോദരങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും, പക്ഷേ നമ്മൾ ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ വേറെ ഒരു സ്ഥലത്ത് 2 തിമോത്തി 4:16-17 വായിച്ചാൽ രസകരമായ കാഴ്ചയാണ്. 2 തിമോത്തി 4:16-17. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എന്റെ ഭാഗത്തല്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയേ, ഈ 2 വിഷയങ്ങളിലെ 2 സ്ഥലങ്ങളിലെ എന്താണ്? ഒരു സ്ഥലത്ത് ജനങ്ങൾ കൂടെയുണ്ട്. ഈ നഗരത്തിൽ എനിക്ക് ആൾക്കാരുണ്ടെന്ന് പറയും. പക്ഷെ അവിടെ എന്താ പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞത്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ധൈര്യമായിരിക്കുക. പക്ഷേ ഈ 2 സ്ഥലത്ത് ഉള്ളത് ആരാണ്? ഒരു സ്ഥലത്ത് മാത്രമേ ജനങ്ങളുള്ളൂ കൂടെ. അടുത്ത സ്ഥലത്ത് വന്നപ്പോൾ ജനങ്ങളില്ല. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞെന്നാണ് പൗലോസ് പറയണത്. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. പക്ഷേ ആരാണ്? കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ 2 സ്ഥലത്തും ഉള്ളതാരാണ്? കർത്താവാണ്. 2 സ്ഥലത്തുള്ളത് കർത്താവാണ്. അപ്പോൾ 2 സ്ഥലത്ത് ഉള്ള ആളെയാണ് നമ്മൾ നമ്പി നിൽക്കേണ്ടത് എപ്പോഴും. ചില ആൾക്കാർ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മക്കൾ, ചില അമ്മമാരില്ലേ, പള്ളിപ്പോലും പോകത്തില്ല. എന്താ? മക്കൾ. ഒരു അമ്മനെ എനിക്കറിയാം. അവർ എപ്പോൾ നോക്കിയാണ് ഇതാ കർത്താവിൻ്റെ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ അവർ ചാടി വീട്ടിൽ പോകും. എന്താ പറഞ്ഞാൽ അത് അവർ കുമ്പസാരിക്കുകയല്ല, കുർബാന സ്വീകരിക്കണമല്ല പ്രശ്നം. കുർബാന സ്വീകരിക്കാൻ വേണ്ടി നിന്നാൽ അത്രയും സമയം പോകത്തില്ലേ? അവരുടെ ഉദ്ദേശം, അവർക്കൊരു കൊച്ചു ജനിച്ചിട്ടുണ്ട്, 3ാമത്തെ കുഞ്ഞ്, 2 പെൺകുഞ്ഞ്, പിന്നെ ഒരു ആൺകുഞ്ഞ്. ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ദൈവം അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് പിന്നീട് അവർക്ക് കൊടുക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ 2 പെൺകുഞ്ഞുങ്ങളെയും കെട്ടിച്ച് വരണ്ടേ? പക്ഷേ എൻ്റെ കൂടെ ജീവിക്കണേ ആൺകുഞ്ഞല്ലേ ജീവിക്കത്തുള്ളൂ. അത് കാരണം ഈ അമ്മ എന്താ വിചാരിക്കണത്? ഈ വീട്ടിൽ ഇവർ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ആളെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ കുഞ്ഞ് ഉണർന്ന് വരുന്ന സമയത്ത് എങ്ങാനും പാലെടുത്ത് അവൾ കൊച്ചിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിവിടുന്ന് ഓടുന്നത്. കുർബാനയെ സ്വീകരിക്കാതെ ഇരിക്കുന്ന കൊച്ചിന് പാല്, അതായത് മറ്റ് ആഹാരങ്ങളൊന്നും കൊടുക്കുകയില്ല. കൊച്ചിൻ്റെ ശരീരം ഈ പൊന്നുരച്ച് നമ്മൾ പാൽ പൊന്നുരച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ പാല് കൊടുത്ത് വേറെ ആഹാരങ്ങൾ കൊടുത്താൽ കളർ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കത്തില്ല. കൊച്ചിന് ഒരുവിധം കളറുള്ള കൊച്ചാണ്. പക്ഷേ പാല് മാത്രം കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ കളർ പോകാതിരിക്കാനാണ് നോക്കണത്. പക്ഷേ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ 7 വയസ്സായപ്പോൾ കൊച്ചു മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? കരളിൽ നെയ്മുറ്റി മരിച്ചു. കൊച്ചിന് കൊളസ്ട്രോള്. നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? ദൈവത്തെ മറന്നാൽ.
അത് വിഗ്രഹാരാധനയാണ് സംഭവം. അതാണ് വിഗ്രഹാരാധന എന്ന് പറയണത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വിഗ്രഹാരാധന കുഞ്ഞിനെ മരിച്ചത്? ആ ചേച്ചി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ വിഗ്രഹാരാധന വന്നത്? അവർക്ക് വചനം അറിയത്തില്ല. വചനം അറിയാത്തൊരു കാലത്ത് അവരെ വചനം ആരും പഠിപ്പിച്ചിട്ടില്ല. അഥവാ വചനം പഠിപ്പിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിച്ചിട്ടില്ല. അത് വചനം പ്രസംഗിക്കേണ്ട സമയത്ത് അച്ഛന്മാരുടെ അട്ടിയ കാര്യം, തീരദേശത്തിന് സീവാളിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചിരിക്കുന്നതാണ്. വചനത്തിൻ്റെ വേദികൾ വ്യഭിചരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരായിപ്പോയി. ഇന്ന് പകുതി മുക്കാലും ജനങ്ങൾ, ഇടവക ജനങ്ങൾ പരിഭ്രാന്തരാണ്. എന്താ കാര്യം? അവർക്കൊരു വിഷയം ഉണ്ടായാൽ എങ്ങനെ വചനാധിഷ്ഠിതമായിട്ട് ദൈവത്തിൻ്റെ മനസ്സാക്ഷിയിൽ അതിനെ സ്വാധീനിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ തന്നെ ചില ദിവസം അത്ഭുതപ്പെട്ടു പോകും. ചില മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ, സഭാസംബന്ധമായ മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി, ഇതിൻ്റെ സെക്രട്ടറി, അപ്പുറത്തെ പ്രസിഡൻറ്റ്, ഇപ്പുറത്തെ ഖജാൻജി, പിന്നെ കുറേ മനുഷ്യന്മാരിങ്ങനെ വലിയ ആൾക്കാരെ പോലെയൊക്കെ വന്നിരിക്കും. പക്ഷെ ഒന്നിനും ദൈവത്തിനെക്കുറിച്ചോ ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സഭയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ചോ സഭ എന്തിനു വേണ്ടിയാണെന്നോ അങ്ങനെയുള്ളൊരു ഐഡിയയും ഇല്ല. മാനുഷ്യവും ഭൗതികവുമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ദുരന്തം. മാനുഷികമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ആത്മാവിനെ പുറത്ത് നിർത്തിയിട്ട് മാനുഷികമായി. എന്താ അങ്ങനെ പറയണത് വെച്ചാൽ, നമുക്കറിയാമല്ലോ, ആ മനുഷ്യന് 2 അവസരങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്തവസരങ്ങളാണ്? ഒന്ന്, നിങ്ങൾ സാത്താന് അവസരം കൊടുക്കരുത്. ഇപ്പം നമ്മുടെ എഫേസ്യൻസില്ലേ, എഫേസ്യ ലേഖനത്തിൽ 4:27 വായിച്ചുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സിനഡിലേക്ക് പോവുകയാണ്. സിനഡിലെ പിതാക്കന്മാരായാലും ഏത് കാലത്തുള്ള, ഇപ്പോൾ ആമസോൺ സിനഡ് കഴിഞ്ഞു, ഇപ്പോൾ വാറ്റിക്കാൻ സിനഡ് തുടങ്ങാൻ പോകുന്നു. നമ്മുടെ റോൾ എന്താണ്? നമ്മൾ സഭയ്ക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം. അല്ലെ വിഷയങ്ങളിങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത് പ്രൊഫഷണലായിട്ട് വിഷയം അവതരിപ്പിക്കുന്നത് ഇന്ന് ഒരു പഞ്ഞുമില്ല. പ്രൊഫഷണലിസം അല്ല പ്രശ്നം, പരിശുദ്ധാത്മാവാണ് പ്രശ്നം. സഭയിൽ പ്രൊഫഷണലിസം അല്ല. എല്ലാവരും ഇപ്പോൾ ഒരു ട്രെൻഡാണ് സഭയിലേക്ക് പ്രൊഫഷണലിസം കൊണ്ടുവരുമ്പോൾ എല്ലാം ഓക്കെ ആകുന്നു. എല്ലാം പോക്കാകേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സിനഡുകൾ കഴിയുമ്പോൾ അടിയുണ്ടാകണത്? സഭ ഇങ്ങനെ ഇപ്പോൾ അടിവെച്ച് വീഴുകയില്ല. അങ്ങനെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയത്തിന് സാത്താനി അവിടെ ഒരു അവസരം ഉണ്ടാക്കിയിടും. എന്തെങ്കിലും വകുപ്പിൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച, മാനുഷികമായിട്ട് ചിന്തിച്ച ഒരവസരം സാത്താനി കൊടുത്തേക്കും. അവനത് ശരിക്കും പണിയുകയും ചെയ്യും. ദാറ്റ്സ് ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ വേറെ ഒരു പ്രശ്നം, വേറൊരു വിഷയമുണ്ട്. 21:13 ലൂക്കാസ് വിശേഷം 21:13 എന്താ പറയണത്? വേറെ ഒരു അവസരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ലൂക്കാസ് വിശേഷം 21:13 വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇപ്പം നമ്മൾ സിസ്റ്റർ സ്റ്റെഫിയെ, അഫയ കേസിൽ സ്റ്റെഫിയെ ഞാൻ കണ്ടുള്ളൂ. സിസ്റ്റർ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴും സിസ്റ്റർ എന്താ ചെയ്യണത്? ആ കുരിശിലിങ്ങനെ മുത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അഭിഷിക്തർക്കായാലും സമർപ്പിതർക്കായാലും ദൈവത്തിൻ്റെ ആൾക്കാർക്കായാലും മുത്താനൊരു ഇടമുണ്ട്. അത്രയും മനസ്സിലാക്കിയാൽ മതി ലോകം. പങ്കപിതാവാണെങ്കിലും ആ കുരിശ് കഴുത്തിൽ നിന്ന് കളയാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു മുഖം, എല്ലാവരും ഇങ്ങനെ പ്രതികളെ നോക്കിക്കോ. എല്ലാ പ്രതികളും നോക്കുമ്പോൾ അവർ കറുത്ത മുണ്ടെടുത്ത് പോലീസിനെ കാണുമ്പോൾ ഇങ്ങനെ ഒളിച്ച് കളിച്ച് 2 കണ്ണും പൊത്തി നോ, വി വിൽ നോട്ട് ഡു ഇറ്റ്. എല്ലാവരുടെ മുമ്പിലും പുഞ്ചിരിയോടുകൂടി എന്താണ് സ്വർഗത്തിൽ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഭൂമിയിലുണ്ടായാൽ മതി. അതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന സിമ്പിളാണത്.
സ്വർഗത്തിൻ്റെ ന്യായാസനത്ത് നടക്കുന്ന കാര്യങ്ങൾ ഭൂമിയിലും നടക്കണം, അത്രേ ഉള്ളൂ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ വിഷയം ഉണ്ടാകുമ്പോൾ ഒരു അഭിഷിക്തൻ്റെ പ്രാർത്ഥനയിൽ രത്ന ചുരുക്കമാണത്. അത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഇങ്ങനെ വ്യത്യസ്തമായ കാലം ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ എന്താണ്? ഈ 21:13 വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 21:13 സാംക്രമിക രോഗം ഉണ്ടാകും, കോവിഡ് ഉണ്ടാകും, അതുപോലെ ഒമിക്രോൺ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഇത് എന്താണ്? ഇത് നിങ്ങൾക്ക് സാംക്രമിക രോഗം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അതാണ് വിഷയം. ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി, ഞാൻ പേരൊന്നും ഓർക്കണില്ല, പക്ഷേ ആ പറഞ്ഞ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ ആ ചേച്ചി പറഞ്ഞു വെച്ചാൽ, അവർക്ക് കോവിഡ് പിടിച്ചിട്ട് അവരുടെ ശ്വാസം കോവിഡ് നിറഞ്ഞ്, വൈറസ് ശ്വാസകോശം മുഴുവൻ നിറഞ്ഞ്, കോവിഡ് നിറഞ്ഞു കഴിഞ്ഞ് അവർ ശ്വാസം മുട്ടലായി, അവർക്ക് സഹിക്കാൻ പറ്റാത്ത ശ്വാസം മുട്ടലേ. പക്ഷേ എന്താ ചെയ്യണത്? രാത്രി ആയപ്പോൾ മാതാവ് ഇവരുടെ അടുത്ത് വരും. മാതാവ് വന്നിട്ടൊരു പുതപ്പെടുത്തിട്ട് ഇവരങ്ങോട്ട് പുതക്കും. അയ്യോ, അത് അവർ എന്തു വികാരോജ്ജലമായിട്ടാണ് പറയണമെന്നറിയാവോ? രാവിലെ ആകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് അവരുടെ ശ്വാസകോശങ്ങളെല്ലാം ഫ്രീ ആകും. അപ്പോൾ ഇതാണ് സാക്ഷ്യമാണ്. സാംക്രമിക രോഗം നടന്നു, സാംക്രമിക രോഗം ഉണ്ടായി, പക്ഷേ അമ്മ ഒരിക്കലും ഈ വിഷയത്തിൽ പുറംതിരിഞ്ഞു നിന്നില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ആ വാക്ക്, ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ്, പക്ഷേ ദൈവത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നവരുണ്ട്. എന്താണ്? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ശ്രുതികടെ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അതാണ് ഹൃദയ പരമാർത്ഥത എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അല്ലാതെ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല. പ്രാർത്ഥിച്ചാൽ രോഗം സുഖമാകുമോ പരീക്ഷ നോക്കാം. ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരും. ഉടമ്പടി എടുത്താൽ വല്ലതും കിട്ടുമോ? ഒരച്ഛൻ പണ്ട് ഇവിടെ ജീവിച്ചിരുന്ന ആൾ അതും ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അതാണ് വൈദികയുടെ അവസ്ഥയെങ്കിൽ പിന്നെ അൽമേയുടെ ചില അൽമേനികളെ നമ്മൾ എന്തിനാ കുറ്റം പറയണം? അത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവത്തെ ടെസ്റ്റ് ചെയ്യും. ദൈവത്തെ ടെസ്റ്റ് ചെയ്യണമല്ല. 145 സങ്കീർത്തനം എന്താ പറയണത്? ഹൃദയ പരമാർത്ഥതയോടെ, അതായത് മുൻവിധിയില്ലാതെ, ദൈവത്തെ ടെസ്റ്റ് ചെയ്യാതെ, വിശ്വാസത്തോടു കൂടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ. നമ്മുടെ അപേക്ഷകളിലൊക്കെ വരുന്നൊരു പ്രശ്നം അതാണ്. അതായത് അപേക്ഷകളിലൊക്കെ ഈ ഹൃദയ പരമാർത്ഥത കുറഞ്ഞു പോകുന്നുണ്ട്. ഒക്കട എന്ന രീതിയിൽ ചില ആൾക്കാരുടെ പേടിത്തിലുണ്ട്. അവിടെയാണ് ഹൃദയ പരമാർത്ഥത ഇല്ലാത്ത ചില ആൾക്കാർ ഹൃദയ പരമാർത്ഥതയോടെ തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ഒരു ചിഞ്ചു ജിൻജോ എന്ന് പറഞ്ഞൊരു സഹോദരി, നേഴ്സാണ്, അങ്കമാലിക്കാരുതിയാണ്. അവർ കുവൈറ്റിലെ നേഴ്സാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യം എനിക്ക് തോന്നുന്നത് ആ സാക്ഷ്യം അപ്പ് ചെയ്തിട്ടുണ്ടെന്നോ. അതായത് അവരുടെ സാക്ഷ്യം ഇതാണ്: അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. 6 വർഷം കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഒരു കുഞ്ഞിനെ കൂടി വേണമെന്ന് അവർ ആഗ്രഹിച്ച്, അങ്ങനെ അവർ പ്രാർത്ഥിച്ച് അതിന് സ്വാഭാവികമായ രീതിയിൽ അവർ പ്രഗ്നൻ്റായി കഴിഞ്ഞിട്ട് അവർ കുവൈറ്റിലേക്ക് പോയി. കുവൈറ്റിൽ ചെന്ന് പ്ലെയിൻ ലാൻഡ് ചെയ്യണ സമയത്ത് അവർ അബോർട്ടായി. അതായത് പക്ഷേ അത് അവരവരെ വിവരിക്കുന്നുണ്ട്. അവരുടെ അതായത് പാൻസും എല്ലാം രക്തത്തിൽ കുതിരുകയാണ്. അപ്പോൾ അവർ അഡ്മിറ്റഡായി. അഡ്മിറ്റഡായി കഴിയുമ്പോൾ അവരുടെ കൂടെ സഹായിക്കാൻ ആരും ഇല്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രണ്ട്സെല്ലാം ഡ്യൂട്ടിയിലല്ലേ. ഫ്രണ്ട്സുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ജോലിയുള്ള ഫ്രണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ, ഭർത്താവ്, ഭാര്യയെ അല്ല മക്കളോ കൂടെ നിന്ന് അമ്മയെ കൂടെ നിന്ന് സഹായിക്കണവർ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന ആ സമയത്ത് അവർക്ക് ഓഫ് ടൈം ആകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കും, നമുക്ക് കൊണ്ടുവന്ന് തരും. അതിന് മുട്ടൊന്നുമില്ല. പക്ഷേ ഇവർ പറഞ്ഞു ഞാൻ ഒറ്റക്കായി പോകുമെന്നാണ് പറയണത്. ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമാണ് ഒറ്റക്കായി പോവുക. അപ്പോൾ അവർ പറയണത് എനിക്ക് ആകപ്പാടെ ആശ്രയം അമ്മയുടെ കാശുരൂപമായിരുന്നെന്ന്. ആകപ്പാടെ ആശ്രയം അമ്മയുടെ കാശുരൂപമാണ്. നിങ്ങളാ സാക്ഷ്യം കേൾക്കണം, നല്ല രസമുള്ള സാക്ഷ്യമാണ്.
അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അതിന് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഇവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടറിന് ഭയങ്കര വിഷമമാണ്. എന്താ കാര്യത്തിൽ അതിൻ്റെ അകത്ത് ബീറ്റ SCG ലെവൽ കുറയുന്നു, അത് കൂടുന്നില്ല. അതിൻ്റെ അർത്ഥം കുട്ടി മരിച്ചതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതോടുകൂടി പക്ഷേ അപ്പോഴും ഡോക്ടർ നിർബന്ധിക്കും ഇതിൻ്റെ പാർട്ടിക്കിൾസ് അകത്ത് കിടന്നാൽ, ചത്ത കുട്ടി അകത്ത് കിടന്നുള്ള അവസ്ഥ അറിയാമല്ലോ, നിങ്ങളൊരു മെഡിക്കൽ പേഴ്സൺ അല്ലേ, നിങ്ങൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. അപ്പോഴും ഇവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വയറ്റിൽ തേക്കും. എന്നിട്ട് ഇവർ ഒറ്റ നിപ്പ് നിൽക്കും. എന്താണ് ഡോക്ടർ, ഞാനിന്ന് അബോർട്ട് ചെയ്യത്തില്ലെന്ന് പറയും. ഇപ്പോൾ ഉടമ്പടി തൈലം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്ത് പരിപാടി. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, പൗരോഹിത്യ വിധി പ്രകാരം ദൈവകൃപ അർപ്പിച്ചതിന് ശേഷം പൗരോഹിത്യ വിധിപ്രകാരം എത്രയോ തരം പ്രാർത്ഥനകൾ, അതായത് അതിർത്തികൾ ബന്ധിക്കുന്ന ഉൾപ്പെടെ രോഗങ്ങളുടെ സൗഖ്യപ്പെടുത്തുന്ന ഉൾപ്പെടെ ഈ സഭയിൽ ലഭ്യമായിട്ടുള്ള ഏതാണ്ട് എല്ലാ പ്രാർത്ഥനകളും സംഗ്രഹിച്ചു കൊണ്ടൊരു ബൈൻഡിങ് പ്രെയർ ഉണ്ട്. ആ പ്രെയർ വെച്ചാണ് ഇതെല്ലാം ബ്ലെസ് ചെയ്യുന്നത്. 3 പ്രാവശ്യവും ചിലത് 12 പ്രാവശ്യം ബ്ലെസ് ചെയ്യും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ അതിൻ്റെ എക്സിക്യൂഷനിൽ കറക്റ്റ് ദൈവസാന്നിധ്യം ഉണ്ടാകണം. അല്ലാതെ ഒരു വ്യഞ്ചരിച്ച ഒരു ഉരുപ്പടി അങ്ങനെ നിങ്ങൾക്ക് തരികണം, അങ്ങനെയല്ല. ആശീർവദിച്ച ഒരു വസ്തു അല്ല സംഭവം. അതായത് അതിൻ്റെ അകത്ത് ഞങ്ങൾ വിശ്വസിച്ചു ഇൻകൾക്കേറ്റ് ചെയ്യുന്ന പവർ നിങ്ങൾ വിശ്വസിച്ച് അതിന് റിലീസ് ചെയ്യണം. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം വിശ്വാസ പ്രമാണം കൊണ്ടാണ് ചെയ്യേണ്ടത്. കാര്യം യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുന്നു, ഇല്ലേ? പിന്നെ എന്താണ് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും പിന്നെന്താ ചെയ്യണത്? ദൈവം അവനെ മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അപ്പോഴാണ് രക്ഷ പ്രാപിക്കണത്. ഇപ്പോൾ യേശുവിനെ പ്രാപിക്കുകയാണ് ചെയ്യണത്. നമ്മുടെ ബോഡിയിലാണ് പറയുന്നത്, അത് ഹീലിംഗ് ആയിട്ട് മാറും, അപ്പോൾ സൗഖ്യമായി മാറും. ജീവിത മണ്ഡലങ്ങളിൽ യേശുവെ പ്രാപിച്ച ബ്ലെസ്സിങ്ങായി മാറും, അനുഗ്രഹമായി മാറും. ആത്മാവിൽ യേശുവെ പ്രാപിച്ച കൃപയുമായി മാറും. അത് നിത്യതയ്ക്കാണ് നമ്മളെ സഹായിക്കുന്നത്. ഇങ്ങനെ യേശു എല്ലാമാണ്. അതാണ് കൊളോസ്യ 3:11. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാമാണ് യേശു. ഇവളെന്താ ചെയ്യിക്കണത്? ഇവൾ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഉടമ്പടി തൈലം അവിടെ വയറ്റിൽ ചത്ത് കിടക്കുന്ന കൊച്ചിനെ, ചത്തില്ലെന്ന് പറഞ്ഞ് കിടക്കുന്ന കൊച്ചിനെ അവിടെ തേടിയിട്ട് വിശ്വാസത്തിൻ്റെ ഒരു നിപ്പ് നിൽക്കുകയാണ്. എന്താണ്? കർത്താവ് ഈ കുഞ്ഞിനെ എനിക്ക് തരും. അതാണ് അവിടെ നിപ്പ്. ഡോക്ടർ 3-4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ ബീറ്റ SCG ലെവൽ വീണ്ടും കൂടുന്നില്ല. പക്ഷേ ഇവിടെ പ്രാർത്ഥന എന്നാണെങ്കിൽ, ഈ സഹോദരി പ്രാർത്ഥന എന്നാണെങ്കിൽ മാറണമില്ല. പിന്നീട് ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇത് വേഴ്സായിട്ടല്ലേ വരേണ്ടത്. പക്ഷെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ കരയുമെന്നാണ് പറയണത്. കാര്യം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ അതിൻ്റെ ഉദരത്തിൽ വളരണ കണ്ടിട്ട്. ദിസ് ഈസ് എ തിങ്. അപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ എന്തുകൊണ്ടാണെങ്കിൽ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്തതോടുകൂടി ഇവളുടെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്, തകർച്ചയിലേക്ക്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുക. നമ്മൾ എത്ര ദൈവമായിട്ട് ഇങ്ങനെ തേനും പാലും ചക്കരയും പീരിയും ഒക്കെ ആയിട്ട് ഇരുന്നാലും ചില സമയത്ത് ദൈവം അങ്ങ് ടോട്ടലി മാറിപ്പോണ കാണാം. അങ്ങനെ സംഭവിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോർക്കും ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, പള്ളിയിൽ നിന്ന് മാറാന്നിടയ്ക്കാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി പ്രകാരമാണ് ജീവിക്കുന്നത്. ഇങ്ങനെ എല്ലാം നിങ്ങളിങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഈ ഞാങ്കണൊന്ന് ഒടിച്ചെടുക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഒരു മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്, മിണ്ടരുത്. അതാണ് അമ്മയെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ കാരണം. ഇപ്പം ചില ധ്യാനകേന്ദ്രങ്ങളുടെ വെബ്സൈറ്റിൽ വരും, നിങ്ങൾ അനുഗ്രഹ പാത്രങ്ങളല്ല നോക്കേണ്ടത്, നിങ്ങൾ ഏകരക്ഷകനായ യേശുവിനെയാണ് നോക്കേണ്ടതെന്നാണ്. പക്ഷേ അവരൊക്കെ എനിക്ക് പറയാനുള്ള അവരെല്ലാം ഈ കൃപാസനത്തിൻ്റെ ധ്യാനം ഒന്ന് ശ്രദ്ധിക്കണമല്ലായിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത്, അല്ലാതെ അമ്മ പറഞ്ഞതുപോലെയും വിശുദ്ധന്മാർ പറഞ്ഞതുപോലെയും അല്ല. ഉടമ്പടി എന്ന എന്താണ്? ഈശോ പറഞ്ഞതുപോലെയാണ്. ആ പറഞ്ഞതുപോലെ ചെയ്യാൻ അമ്മ ആരാണത്? മധ്യസ്ഥമാണ്. പക്ഷെ അമ്മയുടെ മധ്യസ്ഥം എന്താണ്? അപ്രതിരോധ്യമായ മധ്യസ്ഥമാണ്. ഒക്കണേ ഒക്കട്ടെ, ഒക്കുമെങ്കിൽ ഒക്കും, നല്ലതാണെന്ന് അങ്ങനെയല്ല. ആ കാര്യത്തിൽ അമ്മ ചലിക്കത്തില്ല. തൻ്റെ നിലപാടിൽ നിന്നും തൻ്റെ മാറ്റമില്ലല്ലോ. തൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ നിന്ന് അമ്മ മാറുന്നില്ല. എനിക്ക് നിനക്ക് വേണ്ടി എൻ്റെ സമയം ഇനി സ്വാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴും ആകാത്ത സമയം ആക്കിയെടുക്കാൻ ഈശോയ്ക്ക് കഴിയും. ഈശോയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ അറിയാമെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയാം. അത്രയും വിഷയം. അതുകൊണ്ടാണ് അമ്മ മാറാത്തത്.
ഇപ്പം അവനെന്താ ഇപ്പം എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമെന്ന് നമ്മുടെ വചനത്തിലില്ലേ? യോഹന്നാൻ 6-ാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്യണമെന്ന്, അപ്പം തീർന്നു പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ നേരത്തെ അറിയാവുന്ന ഈശോയ്ക്ക് ഇതറിയാവുന്ന അമ്മയ്ക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് അമ്മ ഈ വിഷയത്തിൽ അവിടുന്ന് ചലിക്കാതെ. യേശു ആരാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അമ്മ അമ്മയുടെ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറാതെ നിന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഈ ആൾക്കാരെന്തുകൊണ്ടാണ് ഇടയ്ക്ക് പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറിയിട്ട് ചതഞ്ഞ ഞാങ്കണയെ ഒടിക്കണേ? എന്തുകൊണ്ടാണ്? യേശു ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ യോഹന്നാൻ 6:6 എന്താ എഴുതിയിരിക്കണത്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ക്ലിയർ അല്ലേ? ഈശോയുടെ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നിനക്ക് എന്താ എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേ അമ്മ എന്തുകൊണ്ടാണ് മാറാത്തത്? അമ്മയ്ക്ക് യേശുവിനറിയാം. അമ്മയ്ക്ക് യേശുവിന് എന്തറിയാം? അമ്മയ്ക്ക് യേശുവിന് അറിയാവുന്നത് എന്ത് ചെയ്യണമെന്ന് യേശുവിന് നേരത്തെ അറിയാവുന്ന അതുപോലെ തന്നെ നേരത്തെ അമ്മയ്ക്കും അറിയാം. യേശുവിന് അറിയാവുന്നവർ ഒരിക്കലും മാറത്തില്ല. എല്ലാവരും മാറിപ്പോകുന്നുണ്ടെങ്കിൽ, ചതഞ്ഞ ഞാങ്കണ ആൾക്കാർ ഉടിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ അപേക്ഷ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ദ ഡസന്റ് നോ ഹു ഇസ് ജീസസ്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, ഹും ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറയും, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണ്. എങ്ങനെയാണ് നീ? എന്ത് ക്രിസ്തുവാണ് നീ? ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾക്കും വരാതിരിക്കുന്ന വിഷയങ്ങൾക്കും എല്ലാം അവനാണ്. ഹീസ് ദ ഓൺലി ആൻസർ. അവൻ ആൻസറാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവനുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണെന്ന് പറയുന്നത്. സുവിശേഷത്തിൽ അവനുള്ളതും അവനില്ലാത്തതും ഒരുപോലെയാണ്. എന്താ വെച്ചാൽ ഞാൻ എന്താ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ചിലപ്പോൾ യേശുവിനെ യു മേ നോട്ട് ഏബിൾ ടു ഫീൽ, നിങ്ങൾക്കത് ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾക്കൊരു സങ്കടകരമായ ഒരു അവസ്ഥ വന്ന് നോക്കിയിട്ട് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ക്ലച്ച് കിട്ടത്തില്ല. ഈശോയെ ഫീൽ ചെയ്യണില്ല. ഈശോയെ ഫീൽ ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടാകും ജീവിതത്തിൽ. വിഭവമില്ലാത്ത അവസ്ഥകൾ മാത്രമല്ല. ഇപ്പോൾ യോഹന്നാൻ 2:3 എന്താണ്? അവർക്ക് വീഞ്ഞില്ല. യോഹന്നാൻ 5:7 എന്താണ്? വെള്ളമിളകുമ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഇപ്പം ചിലപ്പോൾ വിഭവങ്ങൾ ഉണ്ടാകത്തില്ല, ചിലപ്പോൾ നമ്മൾ തന്നെ സഹായിക്കാൻ നമുക്ക് മനുഷ്യരുണ്ടാകത്തില്ല, ചിലപ്പോൾ ദൈവം പോലും ഉണ്ടാകത്തില്ല. ഈ മനുഷ്യന്മാർ ജീവിക്കണ എല്ലാം 3 ഇല്ലായ്മകളിലൂടെയാണ് ജീവിക്കുന്നത്. ഒന്ന്, വിഭവങ്ങളില്ല. രണ്ടാമത്തത് എന്താണ്? സഹായിക്കാൻ മനുഷ്യരില്ല. മൂന്നാമത്തത് എന്താണ്? ദൈവം തന്നെയുമില്ല. എന്താ ദൈവം തന്നെയുമില്ലെന്ന് പറയണത്? കർത്താവ് പറഞ്ഞിട്ടില്ലേ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11:15 ഞാൻ അവിടെ ഇല്ലാതിരുന്നതിലേ ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എവിടെ ഇല്ലാഞ്ഞ കാര്യമാണ് ഈ പറയണത്? ലാസർ രോഗബാധിതനായിട്ട് അവിടെ ഇല്ലായിരുന്നെന്ന് ഈശോ, അവിടെ ഇല്ലായിരുന്നെന്ന്. അത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലമല്ലേ അത്? അപ്പോൾ അവിടെ ഇല്ലായിരുന്നതിനെക്കുറിച്ച് എന്താ ഈശോ പറയണത്? ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നു. അതാണ് 11:15. യോഹന്നാന്റെ സുവിശേഷം 11:15 എന്താണ്? നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലായിരുന്നതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. അപ്പോഴെന്താണ്? ഒരു രോഗിയുടെ വീട്ടിൽ ദൈവമില്ലാഞ്ഞതിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാഞ്ഞതിനെക്കുറിച്ച് ആര് സന്തോഷിക്കുന്നു? ദൈവം സന്തോഷിക്കുന്നു. ദൈവം ഏതല്ലേ? ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് നിനക്ക് ജോലിക്കോ വീടിനോ വിവാഹത്തിനോ രോഗസൗഖ്യത്തിനോ വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ഗോഡ്. ആബ്സെൻസ് ഓഫ് ഗോഡ് ഈസ് നെക്സ്റ്റ് ടു എപ്പിഫനി. എന്താ കാര്യം? ചിലപ്പോൾ നമുക്ക് ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യും. അത് ദൈവം കരുതിക്കൂട്ടി തന്നതാണ്. നിന്നെ കൈവിട്ടതാണെന്ന് ചിന്തിക്കരുത്. എന്താ കാരണം? എന്നെ കണ്ടെത്താൻ ജെറമിയായുടെ ലേഖനങ്ങളിൽ വചനമില്ലേ? എന്താണ്? 14:29 എന്താ പറയണത്? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ 29:14 ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ എന്നെ ഒന്നുകൂടി വായിച്ചേ.
നിങ്ങൾ എന്നെ കണ്ടെത്താൻ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ. അതായത് ഒരു സ്ഥലത്ത് ഈശോ ഇല്ല. എവിടെയാണ് ഇല്ലാത്തത്? 15:15 ആ വീട്ടിനെ കുറിച്ച് മനുഷ്യൻ്റെ കൺസെപ്റ്റ് എന്താ? ഈശോ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് എന്താ? ഒരു ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യുമ്പോൾ ഈശോ പറയണത് അതൊരു നല്ല കാര്യമാണെന്നാണ് പറയണത്, അല്ലേ? ആ വീട്ടിൽ അബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യണം. എന്താണ്? ദൈവത്തിൻ്റെ അസാന്നിധ്യം. കുടുംബനാഥൻ രോഗിയായി മരിച്ചു. ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ കമൻ്റ് എന്താണ്? ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ മാർത്തായുടെ വേർഷൻ എന്താണ്? ആ ഒരു സിംഗിൾ ഇൻസിഡൻറ്റിന് മാർത്ത എന്താ പറയണത്? മാർത്ത പറയണത് 11:21 വായിച്ചേ. കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതാണ് പ്രശ്നം. കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതാണ് ഹ്യൂമൻ വേർഷൻ. ഒരു സിംഗിൾ ഇൻസിഡൻറ്റ്, ഒരു ഹ്യൂമൻ വേർഷൻ, 2 വേർഷൻസ് ഉണ്ടാകും ഒരു സിംഗിൾ ഇൻസിഡൻറ്റിന്. എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് എന്താ പറയണത്? കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. പക്ഷേ ഈശോ എന്താ പറയണത്? ഞാനിവിടെ ഇല്ലാതിരുന്നത് നിങ്ങളെപ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ സിംഗിൾ ഇൻസിഡൻ്റാണ്. അപ്പോൾ നമുക്ക് 2 ആംഗിളാണ് ദൈവത്തിന്. അപ്പം നിൻ്റെ തകർച്ചയെ ദൈവം എങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? വീക്ഷണകോണത്തിൻ്റെ പ്രശ്നമാണിത്. ഒരു സിംഗിൾ ഇൻസിഡൻ്റാണ്. കുടുംബനാഥൻ മരിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ റോളിനെക്കുറിച്ചാണ് മാർത്ത പറയണത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ല എന്ന് പറയും. അതേതാ പറയണത്? 11:21 യോഹന്നാന്റെ സുവിശേഷം. പക്ഷേ ദൈവത്തിൻ്റെ വീക്ഷണം എന്താണ്? ഞാനിവിടെ ഇല്ലാതിരുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അപ്പോഴേ എവിടെയാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്? ഫിസിക്കൽ പ്രസൻസിലാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. മാർത്ത പറയണത്, മാർത്തയുടെ കാറ്റഗിസം ഭയങ്കര മോശമാണ്. എന്താ പ്രശ്നം? മാർത്ത ഒരു ഫിസിക്കൽ പ്രസൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ദാറ്റ് ഇസ് റോങ്. ദൈവത്തെ അങ്ങനെയല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. യേശുവിനെ ആളെ വിട്ടിരിക്കുകയാണവരെ. ദാറ്റ് ഇസ് നോൺ സെൻസ്. യേശുവിനെ ആളെ വിട്ട് ഇവൾ യേശുവിൻ്റെ ദിവ്യത്വത്തിലെ ആഴമായ കാറ്റഗിസം ഉള്ളവളാണെങ്കിൽ അവൾ പറയും, എൻ്റെ ഈശോ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. എന്താണ്? എൻ്റെ ഈശോ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. ഈശോ മനസ്സ് വിചാരിച്ച ഇവനിപ്പോൾ സുഖപ്പെടും. ഈശോ ഇവിടെ വരേണ്ട കാര്യമില്ല, ഇവനെ കാണേണ്ട കാര്യമില്ല. കാര്യം ഈശോ ഒരു മനുഷ്യനല്ല. പക്ഷേ ഏറ്റവും സൂപ്പർ കാറ്റഗിസം പറഞ്ഞ ആരാണെന്നറിയാമോ? ഏറ്റവും ടോപ്പായിട്ട് ഈശോനെ അറിയണത് ആരാണ്? ശതാധിപനാണ്. ശതാധിപൻ പറയും, കർത്താവേ നീ എൻ്റെ വീട്ടിൽ വരണ്ട, എൻ്റെ മകളെ കാണണ്ട, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. മത്തായിയുടെ സുവിശേഷം 8:8 വായിച്ചു നോക്കിക്കേ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. എന്താ പ്രശ്നം? ഇപ്പം മാർത്തയാണ് അപ്പം വിശ്വാസി, ശതാധിപനാണ്. മാർത്തയ്ക്ക് ഈശോ കെട്ടിയെടുത്ത് ബൈ പേഴ്സൺ ഫിസിക്കലായിട്ട് വീട്ടിലെത്താം, അല്ലെങ്കിൽ അവൾ പരിഭവിക്കും. അങ്ങനെ ഒരു ബന്ധം നിനക്ക് ദൈവത്തോടുണ്ടാകാം. പക്ഷേ ശതാധിപൻ മാർത്തയേക്കാൾ ഉയർന്നു നിൽക്കും. അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനമല്ല, അവന് കാറ്റഗിസം കിട്ടിയിട്ടില്ല, പക്ഷേ അവന് കർത്താവിനെ അറിയാം. ഇതാണ് പല വിജാതിയരും വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. പല വിജാതിയരില്ലേ, അവർക്ക് കർത്താവിനെ അറിയാൻ സാഹചര്യമില്ലായിരുന്നു. പക്ഷേ അവർക്ക് ഒരു മനസ്സ് ധൈര്യമുണ്ട്. എന്താണ്? ഈശോ ഒന്ന് വിചാരിച്ചാൽ എൻ്റെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന്. കാറ്റഗിസം കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ കാറ്റഗിസത്തെക്കാളും സൈദ്ധാന്തിക പഠനങ്ങളെക്കാളും ദൈവശാസ്ത്രങ്ങളെക്കാളും വലുതാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസം. അത് യേശുവിലുള്ള വിശ്വാസം. അതായത് ഇന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, സഭയ്ക്ക് എവിടെയോ ഒരു കൈ പാളിച്ച വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ശതാധിപൻ്റെ വിശ്വാസം മിസ് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? വചനം പഠിക്കുന്നവരുണ്ട്, പക്ഷെ പ്രയോജനമില്ല. വചനം പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. വചനം അനലൈസ് ചെയ്യാൻ ഞങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അതിൻ്റെ ഫോം ക്രിറ്റിസിസം,
ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് സിസ്റ്റിൽ ലൈബൻ, ഇങ്ങനെ കുറേ ടെക്നിക്കൽ, അതുപോലെ തന്നെ ഹെർമനോട്ടിക്സ്, ഇങ്ങനെ കുറേ വിശ്ലേഷണ മാർഗ്ഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ വചനം മാത്രം പഠിച്ചില്ല. വചനത്തെ എങ്ങനെ കീറി മുറിക്കാം, അതിന് സാംസ്കാരിക ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ തലങ്ങൾ ഇത് പഠിക്കേണ്ടെന്നല്ല, പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണില്ല. ഇങ്ങനെയുള്ളൊരു പഠനങ്ങൾ കിട്ടിയ ആൾക്കാർ അവർ ആത്മാക്കളെ വീണ്ടെടുത്തോ, ആത്മാക്കളെ വളർത്തിയോ, സഭയെ ഉയർത്തിയോ, വി ഡോണ്ട് നോ. നമുക്ക് കൃത്യമായി കോൺക്രീറ്റ് ആൻസർ ഇല്ല. ഇപ്പോഴേ അക്വിനാസിനെ പോലെയോ അഗസ്റ്റിനെ പോലെയോ നമുക്ക് ആൻസർ ഇല്ല. പഠിക്കുന്നവർ മാത്രമുണ്ട്. അത് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത്? ഈ ശതാധിപൻ വചനത്തെ കണ്ടൊരു വിഷയം. അവൻ മാർത്ത ഈശോയുടെ കൂടെ ജീവിച്ച ആൾക്കാരാണ്, മറിയം ഈശോയോട് ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ ജീവിച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ക്രിസ്ത്യാനിയായിട്ട് സഭയിൽ വളർന്നു അല്ലെങ്കിൽ സഭയിൽ ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കഥയുമില്ല. എന്താ കാര്യം? ഇതിനേക്കാൾ അപ്പുറത്താണ് ബന്ധമെന്ന് പറയുന്നത്. അതിനേക്കാൾ അപ്പുറത്താണ് ആത്മബന്ധത്തിനേക്കാൾ അപ്പുറത്താണ് ഈശോയുടെ കപ്പാസിറ്റി. ഹും ഡു യു സേ ദാറ്റ് ഐ ആം? ഈശോയുടെ ചോദ്യം എന്താണ്? ഒറ്റ ചോദ്യമല്ല ചോദിച്ചോളൂ. ഈശോ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയണത് ശതാധിപനാണ് അതിന് മറുപടി കൃത്യമായിട്ട് പറയണത്. നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. നിൻ്റെ വാക്ക് എന്താണെന്നറിയാവോ? ഇല്ലായ്മയിൽ നിന്ന് ആകാശം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, ഭൂമി രൂപരഹിതമായിരുന്നപ്പോൾ, ആഴത്തിന് മീത് അന്ധകാരം വ്യാപിച്ചിരുന്നപ്പോൾ, അന്ധകാരത്തിന് ജലത്തിൻ്റെ പരപ്പിലൂടെ ആത്മാവ് ചലിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചില്ലേ ഉണ്ടാവട്ടെ, വെളിച്ചമുണ്ടാവട്ടെ എന്ന്. ആ വാക്കാണ് നീ. ആ വാക്ക് മാംസം ധരിച്ചവനാണ് നീ. ആ വാക്ക് നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യം സുഖപ്പെട്ടുകൊള്ളുവെന്ന്. ആ നിമിഷം ആ ഭൃത്യം സുഖപ്പെട്ടു. എന്താണെന്നറിയാം? ഇതാണ് ശരിക്കും പറഞ്ഞാൽ എപ്പിഫനി. ഈശോയിലുള്ള ദൈവത്വത്തെ ആ നിമിഷം നമുക്ക് വെളിവാകാൻ പറ്റണത്. എക്കാലങ്ങളിലും ഈശോയിലുള്ള ദൈവത്വത്തെ സഭയ്ക്ക് വെളിപ്പെടുത്താൻ പറ്റണില്ലെങ്കിൽ നമ്മുടെ സിനഡുകളൊക്കെ എപ്പോഴും കാലം നമുക്ക് മറുപടി നമ്മളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. കാര്യം എത്രയോ അഭിഷിക്തരെ, എത്രയോ സഭ എത്രയോ രീതിയിൽ പഠിച്ച് ആണ് നമ്മൾ സിനഡിലേക്ക് വരണത്. പിതാക്കന്മാർ സിനഡിലോട്ട് പ്രവേശിക്കുമ്പോൾ നമ്മൾ പുറത്ത് സഭ പ്രാർത്ഥിക്കുകയാണ്. പിതാക്കന്മാർ സിനഡിലേക്ക് പ്രവേശിക്കുമ്പോൾ പുറത്ത് സഭ ഇംഗ്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ അത് സഭയല്ല. പിതാക്കന്മാർ സിനഡിലോട്ട് ചെല്ലുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട്. ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ പിതാക്കന്മാർ സിനഡിലോട്ട് ചെല്ലുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവഹിതം നിറവേറാൻ വേണ്ടി സഭ കണ്ണീരോടെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പത്രോസ് ജയിലിലായപ്പോൾ സഭ കതകുകൾ അടച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സഭയുടെ ഏറ്റവും വലിയ റോൾ എന്താണ്? പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാത്തൊരു സഭയ്ക്കേക്കാൾ ഉപരി ഇവിടെ സമരം ചെയ്യുന്ന ഒരു സഭയായി വന്നിട്ടുണ്ടെങ്കിൽ സാത്താൻ അതിൻ്റെ അവസരം കൃത്യമായിട്ട് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് സാത്താൻ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു വാതിൽ തുറന്ന് കിട്ടിയിരിക്കുന്നത്, അതിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സാത്താൻ്റെ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെയും കിട്ടിയിരിക്കുന്നു. പിന്നെ എന്താ കുഴപ്പമിരിക്കണത്? അല്ലെങ്കിൽ എഫീസ് 4:27 എന്താ പറയണത്? സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കാര്യം അവസരം കൊടുത്താൽ അവൻ കയറി പണിയും കൃത്യമായിട്ടും. അവസരം കൊടുക്കാതെ പഴുതടച്ച് വേണം നിങ്ങളെ സഭാപരമായ കാര്യങ്ങളെ ചെയ്യാൻ. ആ പഴുതുകളിട്ടാൽ സ്വാഭാവികമായ അവസരത്തിലൂടെ കൂടുതൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കും. അപ്പം അതുകൊണ്ട് സഭ ഏത് വിഷയം, ഓരോ വിഷയങ്ങളിലും നമുക്കിതുപോലെയുള്ള കുടിവിചാരങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ മാനുഷിക സംരംഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഗമാലിയേൽ പറയണത്. ഗമാലിയേൽ എന്താ പറയണത്? സഭ പ്രക്ഷുബ്ധമായി കഴിഞ്ഞപ്പോൾ എന്താ പറയണത്? ഈ സംരംഭം മാനുഷികമാണെങ്കിൽ ഇത് അധപ്പതിച്ചു പോകും. അതാണ് നടപടി 5:38. ഇത് മാനുഷികമാണെങ്കിൽ, മനുഷ്യരിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇത് അധപ്പതിച്ചു പോകും. പക്ഷെ ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അമ്മയെ തൊടാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം ഏത് കാലത്തുള്ള സഭാ കൂടി വിചാരങ്ങളായാലും അവിടെ മാനുഷിക സംരംഭങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ ജാഗ്രതയുണ്ടാകണം. അഭിനന്ദ പിതാക്കന്മാർക്കും അഭിഷിക്തർക്കും അതുപോലെ തന്നെ ആത്മീയ വിശ്വാസികൾക്കും. ശ്രുതികട്ടെ ഇപ്പോഴും നടക്കാൻ പോകുന്ന മർക്കോസിൻ്റെ സുവിശേഷം 6:52 വായിക്കുമ്പോഴേ മർക്കോസിൻ്റെ സുവിശേഷം 6:52 അത് വായിക്കുമ്പോഴേ നമുക്ക് വളരെ കൃത്യമായ ഒരു വചനം അതിലുണ്ട്. അതായത് അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് നടക്കുന്ന സംഭവങ്ങളാണത്.
ആ സംഭവം കഴിയുമ്പോൾ എന്താണ് സുവിശേഷകനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്? അപ്പം വർദ്ധിപ്പിച്ചു, 5 അപ്പം 5000 പേർ കൊണ്ട് തീറ്റിപ്പോറ്റി. പക്ഷേ ഇങ്ങനെ ഇപ്പം നിനക്ക് ഇൻക്രിമെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ ബോണസ് കിട്ടി, അല്ലെങ്കിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി, നിൻ്റെ രോഗം മാറി, നിനക്ക് വീട് കിട്ടി, വിവാഹം കഴിച്ച് നിനക്ക് മക്കളുണ്ടായി, ഇങ്ങനെ കുറേ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അഭിവൃദ്ധിക്കെല്ലാം ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. വായിച്ചോളൂ 6:52 മർക്കോസിൻ്റെ സുവിശേഷം. കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ എന്താ സംഭവം? അപ്പത്തിൻ്റെ അകത്തുള്ള അനുഗ്രഹത്തെ ഗ്രഹിക്കാൻ ഈശോ പറയും. 6:52 എന്താ പറയുന്നത്? ഓരോ അത്ഭുതങ്ങൾ. ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നു, അതായത് ഒരു രസകരമായൊരു സാക്ഷ്യം, അതായത് മരിയ റെജിയുടെ സാക്ഷ്യമില്ലേ? മരിയ റെജിക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവർ വയറ്റിൽ ഉള്ള ആളാണ്. റെജി അവരുടെ ഭർത്താവാണ്. അവർക്ക് 11 വർഷമായിട്ട് മക്കളില്ല. 11 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ 2016 കൂടി അവരെല്ലാം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ദൈവത്തിനോടുള്ള സമർപ്പണം, ആശ്രയം സ്റ്റോപ്പ് ചെയ്യത്തില്ല. അതിൽ മാത്രം ആശ്രയിക്കും. അപ്പോൾ ഒരു ദിവസം ഇവരുടെ കൂട്ടുകാരത്തിയുണ്ട്. നിങ്ങൾ ഈ സ്റ്റോറി ഭയങ്കര രസമാണ്. ഒരു ദിവസം ഇവളുടെ കൂട്ടുകാരത്തി റോസ്മേരിക്ക് മാതാവിൻ്റെ ദർശനം ഉണ്ടായി. അപ്പം ഈ അതേസമയം തന്നെ മരിയ റെജി കരയണ ദർശനം ഉണ്ടായി. സ്വപ്നമായിരുന്നു. ഒരു സ്വപ്നത്തിൽ കൃപാസനം മാതാവ് നിൽക്കുന്നു, മരിയ റെജി നിലവിളിക്കുന്നു. റോസ്മേരി കിട്ടുന്ന സ്വപ്നമാണ്. അത് വേറെ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. റോസ്മേരി ഈ സ്വപ്നം ഉണ്ടായതിനു ശേഷം ഉടനെ മരിയ റെജി വിളിക്കടി, നീ എത്രയും വേഗം കൃപാസനത്തിൽ പോകണം. എന്തിനാണെന്ന് ചോദിക്കേണ്ടത്, നീ അവിടെ ചെന്നാൽ മതി, എന്തോ കാര്യമുണ്ടടി എന്ന് പറയും. കാര്യം എന്താ? അപ്പോൾ ഇവർ ചോദിക്കും എന്താ പ്രശ്നം? അതായത് ഇന്നലെ നിന്നെയും മാതാവിനെ ഞാൻ ഒരുമിച്ച് സ്വപ്നം കണ്ടെന്ന് പറയും. അപ്പോൾ ഇവരങ്ങോട്ടും ഞെട്ടിപ്പോവും. കാര്യം ഇവരെ ഉടമ്പടി എടുക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഒക്കത്തില്ലേ, എങ്ങനെയായിരിക്കും, കിട്ടത്തില്ലേ, ഇങ്ങനെ പല ഒരു ഡൗട്ടാണ്. അപ്പം അങ്ങനെ വരണം. അത് കാരണം ഇവരെന്തിലും ഇവിടെ വന്നു. ഈ റോസ്മേരി പറഞ്ഞത് കൊണ്ട് ഇവരിവിടെ വരും. ഇവിടെ വരുമ്പോൾ അവർ പറയണം, ഞാൻ ഒന്നും പറഞ്ഞില്ല, കരയുക മാത്രമേ ചെയ്തുള്ളൂ. ഇതിൽ അവർ പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മയോട്, ഞാൻ കരയുക മാത്രമേ ചെയ്തുള്ളൂ. അമ്മ എൻ്റെ കണ്ണീരിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെന്ന്. ഒയ്യോ, ഇത് ഈ കാലഘട്ടങ്ങളിൽ കേട്ട സാക്ഷ്യങ്ങൾ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി സാക്ഷ്യമാണ്. ഞാനൊന്നും പറഞ്ഞില്ല അമ്മയോട്, ഞാൻ കരയുക മാത്രമേ ചെയ്തുള്ളൂ. വാവിട്ട് കരഞ്ഞ്. പക്ഷെ അമ്മ എൻ്റെ കണ്ണീരിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഞാൻ ആഴ്ച പ്രഗ്നൻ്റ് ആയെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന ഒരു സാക്ഷ്യം പറയണത്, ആ 11 വർഷമായിട്ട് മക്കളില്ലാത്തവരാണ്. ദാറ്റ് മീൻസ് നമ്മളെ വിചാരിക്കാത്ത കേൾക്കാത്തതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ സമയഘടികാരം നിശ്ചയിച്ചാർത്തി 2004 അമ്മ പ്രത്യക്ഷപ്പെടുമ്പോഴേ അന്ന് ദുരന്തമുണ്ടാകാൻ പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ദുരന്തമാണ് ഇവിടെ. കാര്യം പ്രാർത്ഥന മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമുള്ളൂ. ബൂസ്റ്ററൊക്കെ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ പറയും, നിങ്ങൾ കോവിഡിൻ്റെ 2ാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞെങ്കിൽ അടുത്ത ബൂസ്റ്റർ എടുക്കുക എന്ന് പറയും. അപ്പോൾ അതായത് ഇങ്ങനെ ഇത് എല്ലാവരെയും അങ്ങനെ സ്പർശിക്കുകയും എത്ര ഇഞ്ചക്ഷൻ എടുത്താലും എത്ര പ്രിക്കോഷൻ എടുത്താലും അതേസമയം തന്നെ ഈ സംഭവങ്ങൾ എല്ലാവർക്കും വരും. അതിനെ പ്രതിരോധിക്കാൻ അതാണ് ഈശോ പറഞ്ഞത്, സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകും, പക്ഷേ ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ആർക്ക്? വിശ്വാസിക്കുക. കാര്യം ഇതങ്ങനെ മാറ്റിയെടുക്കാനുള്ള വിഷയത്തെക്കാൾ ഉപരി അതൊരു കാലമാകുമ്പോൾ അത് തിരിച്ചു പോകും. കോപസ്തൂരി അതുപോലെ തന്നെ വസൂരി പോയ പോലെ, 5-ാം പനി പോയ പോലെ, അത് പ്ലേഗ് പോയ പോലെ ഈ സാധനം അങ്ങോട്ട് തിരിച്ചു പോകും. അത് കഴിയുമ്പോൾ ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ വേറെ ഒരു സാധനം വരും. അതിങ്ങനെ കാലവർഷം പോലെ ഇങ്ങനെ ഭൂമിയെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോരോ കാലത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാവുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. 16:23 ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പം ലോകത്തെ കീഴടക്കിയ ആളിനെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും ഇത് എന്നാണ് ഈശോ പറഞ്ഞത്. അപ്പം എപ്പോഴും വിശ്വാസി എപ്പോഴും ഇതിൻ്റെ സാക്ഷ്യത്തിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നോക്കി നടക്കണം. കാര്യം സാക്ഷ്യം എന്ന് പറയണത് ഇപ്പം നമുക്കറിയാമേ, അതായത് ഈ റെജി എന്ന് പറയുന്ന ആ മോൾക്കാർ, അവളുടെ പേരെന്ന മരിയ റെജിക്ക് അവർക്ക് വരണ്ടയോ ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇങ്ങനെ കുലുങ്ങി ആടി നിൽക്കുന്ന സമയത്ത്
അമ്മ വേറെ ഒരു കൂട്ടുകാരത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് ഇവളെയും കൂടി അവിടെ കാണിച്ചിട്ട് ഇവളെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞ് അവൾ കരയുമ്പോൾ തന്നെ അമ്മ അവളെ അനുഗ്രഹിച്ച് കുഞ്ഞിനെയും കൊടുത്ത് വിടുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ കേട്ടതിനേക്കാളൊക്കെ വലുതാണിത്. ഈ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും കേട്ടതിനേക്കാളൊക്കെ വലുതാണ്. അതായത് നമുക്ക് സുവിശേഷ കാര്യങ്ങളിൽ പോലും സംഭവിക്കാത്ത ചില രീതികളാണ്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് സുവിശേഷത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ദ മോഡ് ഓഫ് ആക്ഷൻ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് കറക്റ്റ് ചെയ്ത് വരണത്. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ ഇത്തിരി വിശ്വാസമുള്ളവൻ അത് ഒത്തിരിയാക്കി എടുക്കണം. ഒത്തിരി വിശ്വാസമുള്ളവൻ സാക്ഷിയായി മാറണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തിരി വിശ്വാസമുള്ളവൻ അത് ഒത്തിരിയാക്കി എടുക്കണം. ഒത്തിരി വിശ്വാസമുള്ളവൻ കർത്താവിൻ്റെ ഏറ്റവും ശക്തരായ സാക്ഷികളായി മാറണം. അല്ലെ ഇനിയും ദൈവത്തെക്കൊണ്ട് വല്ലതും നേടാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയും ചൊരുകി ഇങ്ങനെ അനുഗ്രഹപ്പാട്ടിൽ നടക്കരുത്. മറിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിശ്വാസ നിലയിൽ എനിക്കെങ്ങനെ സാക്ഷ്യം വഹിക്കാൻ പറ്റും എന്ന് നീ ചിന്തിക്കണം, എന്ന് നീ ആലോചിക്കണം. എന്നിട്ട് കർത്താവേ എന്നെ സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ അങ്ങയുടെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വീണ്ടും വരവിന്റെ സാക്ഷിയായി അഭിഷേകം ശ്രദ്ധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ദൈവം തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നിന്നും നമ്മളെ വിശ്വസ്തതയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അതെന്താ പ്രശ്നം എന്നറിയാമോ? പല ആൾക്കാരും സംഭവിച്ചിരിക്കുന്നത് അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ചു, പക്ഷേ ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ് ക്രിസ്ത്യാനിയായിട്ട് ചില ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അറിയപ്പെടുന്നത്. കാര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് പേയ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാനിപ്പോൾ പൗരോഹിത്യത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഈ വിശ്വാസം പിന്തുടരണത്. സംശയമുണ്ടോ? ഞാൻ ഈ ക്രിസ്തീയ കുടുംബത്തിലല്ല ജനിച്ചതെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാകുക. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രവണത എന്താണ്? അത് ഈ ശ്രീനാരായണ ഗുരുവിനെ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ഉയർത്തുകയാണ്. തെറ്റില്ല. നമ്മളുടെ ഒരു പ്ലോട്ട് കേന്ദ്രം റിജക്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ. അതിനവർ പറയുന്ന ശങ്കരാചാര്യനെ കൂടി അതിൻ്റെ കൂടെ വെക്കണമെന്നും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഞാൻ ആ വിഷയത്തിൽ കിടക്കണതിനേക്കാൾ ഉപരി നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക പരിഷ്കർത്താവായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സമൂഹം അദ്ദേഹത്തെ ഗുരുവെ അതുപോലെ തന്നെ ആത്മീയ ആചാര്യനായിട്ട് വണങ്ങുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ ഇവിടെ കേരളത്തിൽ, ആ സമൂഹം ഇത് അംഗീകരിച്ച് അങ്ങോട്ട് കൊടുക്കും. എന്താണ്? സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇതിൻ്റെ അപകടം എന്താണെന്ന് അറിയാമോ? ഇതൊരു മാനുഷികമായ ഏർപ്പാട് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ദൈവികത ഒന്നും ഇല്ലെന്നാണ് മതേതരം പറയണത്. കേരളത്തിലെ സജീവനായ മതേതരനുണ്ടല്ലോ, സജീവനായ മതേതരൻ എന്താ പറയണത്? ഈ മനുഷ്യൻ്റെ അകത്ത് ഒരു ദൈവികതയുമില്ല, ഒരു ആത്മീയതയുമില്ല, ഉള്ളതെല്ലാം സാമൂഹ്യമാണെന്ന്. അതായത് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യണം ഈ സംഭവത്തെ, റെഡ്യൂസ് ചെയ്യാൻ. അപ്പം ഈ സമൂഹം എപ്പോഴും ഈ കാര്യത്തിൽ ഒരു ആത്മീയ ജാഗ്രത ഉണ്ടാകണം, എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യമായ ആ സമൂഹത്തിന് ആവശ്യമായ സാമൂഹ്യ ജാഗ്രതയുണ്ട്. പക്ഷേ അവിടെ ആത്മീയ ജാഗ്രത ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ EMS പോലെയും അതുപോലെ തന്നെ നെഹ്റു പോലെയും ഒരു മാനുഷിക വ്യക്തിത്വമായിട്ട് ചരിത്രം ഈ ശ്രീനാരായണ ഗുരുവിനെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതിൻ്റെ ആത്മീയത ചോർത്തിക്കളയുക, മതമില്ലാത്ത ജീവനെ എടുക്കുക, അതുള്ള അതിന് ഒരു സംഘടിതമായൊരു ശ്രമം നമ്മുടെ കേരളത്തിൽ നമ്മുടെ സാമൂഹ്യ മേഖലകളിൽ അത്തരം പ്രവണതകൾ ശക്തമാണ്. അതതിൻ്റെ വഴിക്ക് പ്രവർത്തിക്കട്ടെ. പക്ഷെ അതേസമയം തന്നെ ആധ്യാത്മികതയെ അതിൻ്റെ പേരിൽ അടിമപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ആധ്യാത്മികത നാളെ ആ വ്യക്തികളിൽ അടുത്ത തലമുറ അംഗീകരിക്കാതെ വരും. അത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കാലഹരണപ്പെട്ടു പോകും. സാമൂഹ്യമായ ഒരു വിഷയം മാത്രമാണ്, അതിൻ്റെ ഒരു ഔന്നത്യത്തിന് വേണ്ടി മാത്രമാണ് ഒരു വ്യക്തിയെ നമ്മൾ ബ്രാൻഡ് ചെയ്താൽ എത്രയും വേഗം അത് കാലഹരണപ്പെടും. കാര്യം വേറൊരു കാലം വരുമ്പോൾ അതെല്ലാം ഈ കാലത്തിൻ്റെ ഒരു ആളായിട്ട് മാറും.
അപ്പം ഞാനതൊരു വിഷയം എൻ്റെ ഒരു ചിന്താ നിരീക്ഷണമാണ്. ആർക്കെങ്കിലും ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ മുൻകൂർ മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ വിഷയം അതല്ല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വിഷയമാണിത്. കഴിഞ്ഞ ദിവസങ്ങളുള്ള ഈ പ്രോട്ടീൻ്റെ റിജക്ഷനൊക്കെ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചില സമയത്ത് ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു ആശയത്തിലേക്കാണ് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ സബ്ജക്റ്റിലൂടെ നമ്മൾ വരികയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രിയേറ്റഡ് സൈലൻസ്, അതായത് നിർമ്മിത നിശബ്ദത. നിർമ്മിത നിശബ്ദത, ക്രിയേറ്റഡ് സൈലൻസ് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഓഫ് ഡിവിനിറ്റി. ദൈവത്തിൻ്റെ നിർമ്മിത നിശബ്ദത. അതെന്താ വെച്ചാൽ ചില സമയത്ത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മളെത്ര വിശുദ്ധരാണെങ്കിലും നമ്മളെത്ര ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആളായാലും ദൈവത്തെ ഫീൽ ചെയ്യാത്ത ഒരവസ്ഥ. ദൈവത്തിൻ്റെ പ്രസൻസ്, വി വിൽ നോട്ട് ഫീൽ ദ പ്രസൻസ്. ദൈവം നമ്മൾ കൈവിട്ട പോലെ നമുക്ക് തോന്നും. ഇത് സ്വാഭാവികമായ ഒരു സാധാരണ ഒരു ഇവോൾവിങ് എന്നുണ്ടാകാം, ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ രൂപപ്പെട്ട് വരാം. പക്ഷേ ക്രിയേറ്റഡ് സൈലൻസ് എന്ന് പറഞ്ഞാൽ, നിർമ്മിത നിശബ്ദത എന്ന് പറയുന്നത് ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിലെ, അതായത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഓരോരുത്തരും ഓരോ മതത്തിൽ ജനിച്ചത് കൊണ്ടാണ് ആ മതം ആചരിച്ച് പോണത്. അപ്പോൾ അവരെ വിശ്വാസിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നെയും പറയാൻ പറ്റത്തില്ല. നീ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, നിനക്ക് തോമസിൻ്റെയും മറിയാമ്മയുടെയും മകനായിട്ട് നീ ജനിച്ചത് കൊണ്ട് നിനക്ക് ഒരു ക്രിസ്തീയ പേര് വിട്ടു. അപ്പോൾ ആ പേര് നീ ചുമന്നുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇല്ലേ കിട്ടി അങ്ങനെയൊക്കെ ഉള്ള ഒരു അഴകൊഴുമ്പം വിശ്വാസിയായിട്ട്. പല ആൾക്കാരെയും കാണുമ്പോൾ കഞ്ചാവ് പിടിച്ച വിശ്വാസികളെ കണ്ടിട്ടില്ലേ? വിശ്വാസികളാണ്, പക്ഷേ കഞ്ചാവ് പിടിച്ച പോലെ ഇരിക്കും. എന്താണ്? നിലത്തുറക്കത്തില്ല. അതാണ് പ്രശ്നം. പിന്നെ അവർ കൈ ഇവിടം വരെ നീട്ടി, ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? അവർ കൈ നീട്ടി ഇവിടെ നിൽക്കും. അതാണ് ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലം കാണാമല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ കാണിപ്പിക്കാതിരിക്കും. ഇഞ്ചക്ഷൻ എടുക്കുന്നവർ കണ്ടിട്ടില്ലേ? അവരെന്ത് ചെയ്യും? കൈ നീട്ടി അങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് അവരെ ബ്രദർമാരെപ്പോലും നടക്കും. കണ്ട വിശുദ്ധന്മാരും തോന്നുകയും ചെയ്യും. ഒറ്റ കൊണ്ടും വെള്ളം കൊണ്ടും ഒക്കെ കൊടുത്ത്. കാര്യം എന്താ? കഞ്ചാവ് ഈ സിറിഞ്ച് എടുക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഇതുപോലെ ചില ആൾക്കാർ ഇഞ്ചക്ഷൻ എടുക്കുന്ന കൈകളെ മറക്കണ പോലെ വിശ്വാസത്തെ മറച്ച് പിടിക്കും. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ജ്ഞാനസ്നാനപ്പെടുത്താൻ ചെല്ലുമ്പോൾ ഈ വിശ്വാസം പുറകെ പിടിക്കണം കണ്ടിട്ടില്ലേ? കുയ്ജു എന്നൊക്കെ പറഞ്ഞ് പേരിടണത് എന്താ? അവന് ക്രിസ്ത്യൻ പേരൊന്നും എടുത്തില്ല അവൻ. കാര്യം അവന് വിശ്വാസം മറച്ച് പിടിക്കണം. അത് തന്നെ, അവന് വിശ്വാസം മറച്ച് പിടിക്കണം. ഇങ്ങനെ എന്തോ മറച്ച് പിടിക്കാൻ വേണ്ടി അച്ഛന്മാർ തന്നെ അവരുടെ വസ്ത്രം ഇടാതെ ഓരോ സ്ഥലങ്ങളിൽ നടക്കണം കണ്ടില്ലേ? ഇപ്പം നമ്മൾ ഈ ടി വി തന്നെ ചില ആൾക്കാർ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പാൻസും കോട്ട് ഇട്ടല്ലേ? ഫാക്ടറി ജീവനക്കാരെ പോലെ കൊടുക്കണില്ലേ? എന്താ കാര്യം? അവർക്കെന്തോ മറച്ച് പിടിക്കാനുണ്ട്. വിശ്വാസം മറച്ച് പിടിക്കുന്ന ആൾക്കാർ അവരവിശ്വാസികളാണ്. ശരിക്കും പറഞ്ഞാൽ അവർ പേടിക്കുന്നു, വിശ്വാസത്തെ പേടിക്കുന്നു. ഞാനൊരു വിശ്വാസിയാണെന്ന് ഏറ്റു പറയാൻ വേണ്ടി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊരു വൈദികനാണ്, സിസ്റ്ററാണെന്ന് ഏറ്റു പറയാൻ വേണ്ടി ബുദ്ധിമുട്ട്. അതാണ് ഈ ക്രൈസിസ് എന്ന് പറയണത്, ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയണത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞിരിക്കുന്നത് അത് ശരിക്കും അതായത് പണിക്കുറ്റം തന്നെയാണ്. ഓരോ വസ്തുവിനും പണിക്കുറ്റം ഉണ്ടാവുമല്ലോ. അത് ഫോർമേറ്റ് ചെയ്ത് വന്ന സമയത്ത് കിട്ടുന്ന ആശയങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രശ്നമാണിത്. മറ്റേ ധൈര്യത്തോടെ കർത്താവിനെ പ്രഘോഷിക്കാൻ അവർക്കറിയത്തില്ല. അവർക്കത് അറിയത്തില്ല. കർത്താവെന്ന് പോലും വിളിക്കുമെന്നറിയത്തില്ല. നമുക്ക് ചില ആൾക്കാർ കർത്താവെന്ന് വിളിക്കണതും ക്രിസ്ത്യാനിയാണെന്ന് അറിയപ്പെടുന്നതൊക്കെ അവർക്ക് ഭയങ്കര പച്ചമലർത്തി പറഞ്ഞാൽ പോക്കണം കേടാ. അതായത് വിശ്വാസിയുടെ കുടുംബത്തിൽ ജനിച്ചിട്ട് അതിൻ്റെ പേരിൽ ആ പേരിൽ ക്രിസ്ത്യാനി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇവിടെ. ചില ആൾക്കാർ അത് നമുക്ക് വരുമാനം കിട്ടില്ലെങ്കിൽ അത് വിറ്റ് കളയും. ഉടച്ചെമ്പ പിച്ചള അലൂമിനിയം കൊടുക്കാനുണ്ടോ, വിശ്വാസം കൊടുക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ആക്രികൾ വരത്തില്ലേ? മാധവിക്കുട്ടി, അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൺ, മൈക്ക് ടൈസനൊക്കെ വിശ്വാസം വിറ്റ ആൾക്കാരാണ്. അവരെന്താ ആരെയും വിശ്വാസം വിൽക്കാനുണ്ടോ എന്ന് പറഞ്ഞ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുത്ത് അത് ഞാൻ പറയണല്ല, സോഷ്യൽ മീഡിയ പറയണതാണ്. എൻ്റെ പേരിൽ കുതിര കയറാൻ വരരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ ആൾക്ക് എത്രയോ, അതായത് വിശ്വാസം ഉടച്ചെമ്പ പിച്ചള അലൂമിനിയം വിൽക്കാനുണ്ടോ എന്ന് നിങ്ങൾ വിശ്വാസം, അതിൻ്റെ കൂടെ വിശ്വാസം വിൽക്കാനുണ്ടോ? അപ്പോൾ ആക്രിക്കാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം വന്നു എല്ലാ സാധനവും സെക്കൻഡ് ഹാൻഡ് വിലക്കെടുക്കും. അവർ വിശ്വാസം എടുക്കും. അങ്ങനെ എത്രയോ പേര് കൊടുത്ത് പദവി കിട്ടാൻ വേണ്ടി
പദവി കിട്ടാൻ വേണ്ടി എത്രയോ പേര് അവിടെ വിശ്വാസം വിറ്റു. ചില ആൾക്കാർ ക്രിസ്ത്യാനിയാണെന്നുള്ള പേരിൽ അവർക്ക് അവിടെ പ്രതിഭ അംഗീകരിക്കത്തില്ലെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ ആ വിശ്വാസം വിറ്റല്ല, അവരുടെ പ്രതിഭയെ അംഗീകരിച്ചു, അവർക്ക് ദേശീയ പുരസ്കാരം കിട്ടി. ഇങ്ങനെ ഈ വിശ്വാസത്തെ എപ്പോഴും വിലക്കെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരവസരം. കാരണം നമ്മുടെ കയ്യിലുള്ളത് എന്തിനാണെന്ന് നമ്മൾ അറിയാത്തടത്തോളം കാലം നമ്മളത് വിൽക്കും. നമ്മുടെ കയ്യിലുള്ള എന്തിനാണ് വേണ്ടിയാണ് ഉള്ളതെന്ന് അറിയാത്തടത്തോളം കാലം അത് വിൽക്കും. എന്താണ്? അറിയാതെ കിട്ടിയതാണ്. അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയപ്പോൾ കൊണ്ട് ബൈ ചാൻസ് കിട്ടിപ്പോയതാണ് ഈ വിശ്വാസം. അതാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രശ്നം. എന്താ പ്രശ്നം വെച്ചാൽ അത് നമ്മൾക്ക് മാത്രമല്ല, അത് ദൈവത്തിനറിയാം. ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഓട്ടോമാറ്റിക് പ്രോഡക്റ്റായിട്ട് വിശ്വാസിയാണെന്നറിയാം. ഒരു വിശ്വാസത്തിൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഉൽപ്പന്നമായിട്ട് വന്നു പോയതാണിത്. അല്ലെങ്കിൽ തന്നെ അറിഞ്ഞും കണ്ടും ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വാസം ദൈവം ടെസ്റ്റ് ചെയ്യും. എങ്ങനെ ടെസ്റ്റ് ചെയ്യണത്? ഫിഡേലിറ്റി വെച്ചാണ് ടെസ്റ്റ് ചെയ്യണത്. വിശ്വസ്തത. ഈ വിശ്വസ്തത ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വിശ്വാസമല്ല പ്രശ്നം. വിശ്വാസം നമുക്ക് അവസരം കിട്ടിയതാണ്. 5 പൈസ മുടക്കില്ലാതെ എൻ്റെ അപ്പൻ്റെ പേര് പീറ്റർ എന്നാണ്, എൻ്റെ അമ്മയുടെ പേര് ഫിലോമിന എന്നാണ്. അവരുടെ മകനായി ജനിച്ചതുകൊണ്ട് ഞാൻ ജോസഫായിട്ട് അങ്ങനെ മാറിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ഞാൻ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എന്താ കാര്യം എന്നറിയാമോ? ജീവിതത്തിൽ ഇപ്പം നമുക്കൊരു പ്രമാണം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പ്രമാണം എഴുതി കിട്ടുമെന്ന് പറഞ്ഞാൽ ഉടനെ ബാങ്കിൽ കൊണ്ടുവന്നാൽ അവർ പറയും പറ്റിയിട്ട് അവിടെ നിന്ന് ചോദിക്കും. പ്രമാണം കിട്ടിയൊരു കാര്യമുണ്ടോ? പറ്റിയിട്ട് അവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ് പൊക്കോര് ചെയ്തിട്ടില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. വില്ലേജ് ഓഫീസർ പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഇത് ഭാഗോടമ്പടി ചെയ്തിട്ടില്ല. ഭാഗോടമ്പടി ചെയ്യാത്തത് എന്താണ്? എത്ര പേരുണ്ട്? അപ്പന് എത്ര പെങ്ങന്മാരുണ്ട്? എൻ്റെ കുടുംബത്തിൽ ഭാഗോടമ്പടി ഉണ്ടായ സമയത്ത് അപ്പൻ്റെ പെങ്ങന്മാർ മരിച്ചു പോയവരുടെ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കേണ്ടി വന്നു. ഒരാൾ ജീവിച്ചിരുന്ന സമയത്ത് അയാളെ വിളിച്ചു വരുത്തി ഒപ്പിരേണ്ട ആവശ്യം വന്നു. ഭയങ്കര പ്രായം ഉണ്ടായതാണ്. പക്ഷേ നമ്മൾ വിളിച്ചുകൊണ്ട് പോയി. എന്താ കാര്യം? മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്നവർ ഒന്നെങ്കിലും അവർ ഒപ്പിടണം, അല്ലെങ്കിൽ നമുക്ക് ഒഴിവ് തരണം. അതുകൊണ്ടാണ് പൊക്കൂര ചെയ്യാത്തത്. പല ആൾക്കാരുടെയും വിശ്വാസത്തിൽ വേറെ വിശ്വാസം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് പൊക്കൂര ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാം പ്രമാണത്തിൻ്റെ പ്രശ്നം അതാണ്. പല ആൾക്കാരുടെയും വിശ്വാസത്തിൽ വേറെ ആൾക്കാരുടെ വിശ്വാസമുണ്ട്. ഇപ്പം ഒരു വാര്യർ കുടുംബത്തിൽ നിന്ന് ഒരു ഡോക്ടർ കല്യാണം കഴിച്ചു, ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചു. അവർ കല്യാണം കഴിച്ച് അവർ കുറേ നാൾ കൂടി താമസിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ജ്ഞാനസ്നാനപ്പെടുത്താൻ പറഞ്ഞ് ഞാൻ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തി. അവരുടെ എല്ലാ രേഖകളും അപ്പനെയും അമ്മനെയും എല്ലാം വിളിച്ച് രേഖകളെല്ലാം മേടിച്ച് ഇന്ത്യൻ നിയമം അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് നാളെ തൂങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴേ ഈ ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞു. ഡോക്ടർ വളരെ ചൈതന്യമുള്ള ആളാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഞാൻ കെട്ടിവന്ന വീടൊരു കത്തോലിക്ക വീടാണ്, പക്ഷേ അവിടുത്തെ അമ്മയുടെ പരിപാടി എന്താണെന്നറിയാവോ? അലമാരി തെക്ക് പടിഞ്ഞോട്ട് നീക്കി വെക്കുക. എൻ്റെ അലമാരി അത് വടക്ക് തെക്കോട്ട് നോക്കിയിരുന്ന അലമാരി അമ്മ എപ്പോഴും എടുത്ത് തെക്ക് പടിഞ്ഞോട്ട് വെക്കും. എനിക്ക് അലമാരി തുറക്കാൻ പറ്റണില്ല, എന്താ കാര്യം? തെക്കോട്ട് നോക്കിയിരുന്ന അലമാരി പണം പോയിക്കൊണ്ടിരിക്കും. തെക്ക് പടിഞ്ഞോട്ടാണ് നോക്കണേ, പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരാണ്? കത്തോലിക്ക കാണ്ടാമൃഗം, അമ്മായിയമ്മ. ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടും മനുഷ്യനുണ്ട്. എന്താ കാര്യം? നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടെ വേറെ വിശ്വാസങ്ങൾ കയറി കിടക്കും. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ പുരയിടത്തിൻ്റെ അവകാശികൾക്ക് ഈ അവകാശത്തിൽ വേറെ ആൾക്കാർക്ക് അവകാശം ഉണ്ടാകും. നിൻ്റെ വിശ്വാസത്തിൽ അന്ധവിശ്വാസമോ അബദ്ധവിശ്വാസമോ വേറെ വല്ല വിശ്വാസമോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നുള്ളതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൽ എല്ലാം സത്യം. യേശുവിന് മുമ്പിവിടെ മതങ്ങളുണ്ടായിരുന്നില്ലേ? അതും സത്യം. അപ്പോഴേ ഏകരക്ഷകൻ എന്ന കൺസെപ്റ്റ് ഇല്ല. എവിടെ വിശ്വസിച്ചാലും ദൈവമാണ് എല്ലായിടത്തും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന മോറൽ തിയോളജിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അവരുടെ പ്രോഡക്റ്റായിട്ട് പുറത്തിറങ്ങണവരാണ് വഞ്ചി സ്കൂളൊക്കെ കണ്ടുപോകുന്ന ആൾക്കാർ. അവർക്ക് ബോധമില്ല, സഭ എന്താണെന്ന് അറിയത്തില്ല. അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി മൊത്തം സഭയെ നശിപ്പിക്കാൻ അവർ തയ്യാറാണ്. അവരുടെ ഒരു വ്യക്തിയുടെ വിഷയത്തിന് വേണ്ടി മൊത്തം സഭയെ നശിപ്പിക്കാനും തീ കൊടുക്കാൻ അവർ തയ്യാറാണ്. അപ്പം അതെന്തൊരു മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ആ വിശ്വാസമൊക്കെ ഒന്നും പോക്കുവരവ് ചെയ്തിട്ടില്ല. പോക്കുവരവിനകത്തെ ടാക്സ് അടക്കണം, നമ്മുടെ പേരിലാക്കണം. അല്ല എഴുതി കിട്ടിയിട്ട് കാര്യമില്ല. അപ്പനും അമ്മയും എഴുതി തന്നിട്ട് കാര്യമില്ല. അത് പോക്കുവരവ് ചെയ്യണം, ടാക്സ് അടക്കണം. നിൻ്റെ വിശ്വാസം നിനക്ക് കിട്ടിയ വിശ്വാസം നിൻ്റെ വിശ്വാസമാകണമെങ്കിൽ നീ പൊക്കുവരവ് ചെയ്യണം. എന്താണ്? നീ ടാക്സ് അടക്കണം. എന്താ ടാക്സ് എന്ന് പറയണത്? വിശ്വസ്തത.
അതിനു വേണ്ടി നീ പേയ്മെൻറ്റ് ചെയ്യണം. ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് സഹനങ്ങളുണ്ടെങ്കിൽ, എനിക്ക് സംഘർഷങ്ങളുണ്ടെങ്കിൽ, എനിക്ക് പരീക്ഷകളുണ്ടെങ്കിൽ ഞാനതിനെ എൻ്റെ മാനസികവും ശാരീരികവും ആയിട്ടുള്ള എല്ലാ സങ്കടങ്ങളോടുകൂടിയും അത് കർത്താവിൻ്റെ കുരിശിനെ കൂടെ കൂട്ടിവെച്ചുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസം തെളിച്ചിട്ട് ഈ വിശ്വാസം എൻ്റെ വിശ്വാസമാക്കും. ആരുടെ വിശ്വാസം? എൻ്റെ മാതാപിതാക്കന്മാരിൽ എനിക്ക് പകർന്നു കിട്ടിയ വിശ്വാസം എൻ്റെ വിശ്വാസമായി മാറണത് അത് എൻ്റെ പേരിൽ ഞാൻ പൊക്കുവര ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ട് പറ്റുചീട്ട് വാങ്ങിക്കുമ്പോഴാണ്. ഇന്ന് എല്ലാവരുടെ കയ്യിലും പ്രമാണമുണ്ട്, പക്ഷേ പറ്റുചീട്ടില്ല. എന്താ പൊക്കുവര ചെയ്തിട്ടില്ല. ഇങ്ങനെ ദൈവം ഇത് പൊക്കുവര ചെയ്യേണ്ട ഒരു സമയമുണ്ട്. നമുക്ക് ക്ലേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾക്ക് കള്ളക്കേസ് വന്നുകൊണ്ട് ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, എൻ്റെ അച്ഛാ ഇപ്പം ഞാൻ കോടതി എന്നെ വെറുതെ വിട്ടു, പക്ഷേ ഞാൻ 15 ദിവസം ജയിലിൽ കിടന്നായിരുന്നു. പക്ഷേ ദൈവം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്ത എന്നെ എന്തിന് ജയിലിലിട്ടെന്ന് ചോദിക്കുമവരെ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പോസ്കോ കേസിന് വരെ ജയിലിൽ കിടന്ന ആൾക്കാർ അവസാനം തെളിവില്ലാതെ ചെയ്യാത്ത കുറ്റത്തിന് അവരെ കരഞ്ഞിട്ടുണ്ട് നേരത്തെ. അച്ഛാ ഞാനല്ല, എന്നെ പറ്റിച്ചതാണിത്, എന്നെ അകത്താക്കാൻ വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ്. കാരണം നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ഭയങ്കരമാണേ. അതായത് ചില ആൾക്കാരുടെ ചിലപ്പോൾ ഈ വാക്കാപ്പാട്ടമെന്ന് പറഞ്ഞില്ലേ, അതായത് പാട്ടത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പോൾ അത് നിയമമായിട്ട് മാറണ പോലെ ഉള്ള അവസ്ഥ. ചില ആൾക്കാരുടെ മൊഴി കേട്ടാൽ മതി, അപ്പോൾ അത് നിയമമായിട്ട് വരണ രീതി അവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് മുതലെടുക്കുന്നവരുണ്ട്, അത് വെച്ച് തന്നെ മുതലെടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചില നിരപരാധികൾ ജയിലിൽ വീഴും. അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള അവസ്ഥ അവരൊന്ന് നമ്മളോട് ചോദിക്കുക, വെച്ചാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഞാൻ ജയിലിൽ അനുഭവിച്ചു? അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, കാരണം കൂടാതെ അല്ലേ ഈശോ ശിക്ഷിക്കപ്പെട്ടത്? അപ്പം നീ ഈശോനെ പോലെ കാരണം കൂടാതെ ശിക്ഷിക്കപ്പെടുമ്പോൾ അത് കർത്താവിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. കാര്യം എന്താ? ഞാനും എൻ്റെ ജീവിതത്തിൽ കാരണം കൂടാത്ത കുറേ കാര്യങ്ങൾക്ക് ആൾക്കാരുടെയൊക്കെ നിന്ന് പല വിഷയത്തിൽ നിന്ന് എനിക്ക് സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അതുപോലെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പം ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ, പിന്നെ എനിക്കെന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ആസ്തി എന്ന് പറയണത്. തെറ്റ് ചെയ്തിട്ട് നമ്മൾ ശിക്ഷ മേടിച്ചിട്ട് ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, വിശ്വാസ ജീവിതത്തിൽ പ്രയോജനമില്ല. മറിച്ച് നമ്മൾ ചെയ്യാത്ത കുറ്റം, ഇപ്പം ചില ആൾക്കാർ പറയും, ഞാൻ കുഞ്ഞുനാൾ മുതൽ കർത്താവിനോട് ഞാൻ പറഞ്ഞതാണ് കള്ളു കുടിക്കാത്ത ഒരാളെ എനിക്ക് തരണമേ എന്ന്, ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ കള്ളു കുടിയത് മാത്രമേ ആക്കുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണമല്ല നമുക്ക് കിട്ടണത്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ദൈവം നമുക്ക് തരുമ്പോൾ അതിനോട് നമ്മൾ കാണിക്കുന്ന നിലപാടുകൾ, അതാണ് വിശ്വസ്തത എന്ന് പറയണത്. ഇത്രയും സഹനം ഉണ്ടായിട്ടും ഇതിലൊന്നും എനിക്ക് പങ്കില്ലാഞ്ഞിട്ടും ഞാൻ യേശുക്രിസ്തുവിനെ പ്രതി കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കണം കർത്താവിനെ തന്നെയാണ്. എന്തിൻ്റെ പേരിൽ? നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിൽ. അപ്പോൾ എന്തായി മാറും? നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തയായി മാറും, വിശ്വസ്തനായി മാറും. അതാണ് നമ്മുടെ ആസ്തി, അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് വരണത്. എന്താണ്? ദൈവം ഇല്ലാത്ത അവസ്ഥ. ദൈവം ഉണ്ടാകും, പക്ഷേ ഇല്ലാത്തതുപോലെ തോന്നും നമുക്ക്. മാർത്തായിക്ക് എങ്ങനെയാണ്? ഈശോ ഉണ്ടായിരുന്നു, പക്ഷേ മാർത്തായിക്ക് അവിടെ ഇല്ലാത്തതുപോലെ അനുഭവപ്പെട്ടു. ദൈവത്തിന് എത്ര അടുപ്പമുണ്ടെങ്കിലും ദൈവം ഉണ്ടാകും. ദൈവത്തിന് വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മാർക്കോ യോഹന്നാൻ 11:15 പറയണത്. എന്താണ്? ഞാൻ അവിടെ ഇല്ലാഞ്ഞതിന് നിങ്ങളെക്കുറിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ എൻ്റെ അർത്ഥം ഈശോയ്ക്ക് ലാസർ രോഗിയായതും, എന്നിട്ട് ഈശോ പറയുന്നുണ്ട് ഈ രോഗം മരണ കാരണമല്ല, മറിച്ച് പിതാവായ ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണെന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. ഈ രോഗം മരണകാരണമല്ല. ഇപ്പോൾ 11:6 യോഹന്നാൻ 11:6 11:4 വായിക്കുമ്പോൾ എന്താ പറയണത്? ഈ രോഗം മരണകാരണമല്ല. അപ്പോൾ പല വിഷയങ്ങൾ വന്നാലും നമ്മൾ നശിച്ചു പോകത്തില്ല. പക്ഷേ എന്തിനാണ്? ദൈവം മഹത്വപ്പെടാൻ വേണ്ടി. ചില സമയത്ത് ആബ്സെൻസ് ഓഫ് ഗോഡ് വരണതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ അഭാവം, അസാന്നിധ്യം എന്നൊക്കെ ഫീൽ ചെയ്യണം. എന്തുകൊണ്ടാണ്? അത് മരണകാരണമല്ല, മറിച്ച് എന്താണ്? ഈ വിഷയം വെച്ച് ദൈവം മഹത്വപ്പെടും, പിതാവായ ദൈവം മഹത്വപ്പെടും. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവം മഹത്വമാണല്ലോ നമുക്ക് കൃപയായി മാറണത്. ദൈവത്തെ മഹത്വം അതല്ലേ നമ്മൾ റോമൻ 4:20 അച്ഛൻ എപ്പോഴും പറയും, ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളർന്ന എവിടെ എത്തും? വിശ്വസ്തതയിലാണ് എത്തുന്നത്. വിശ്വസ്തതയാണ് നമുക്ക് കൃപ പെട്ടെന്ന് നമുക്ക് ആർജിക്കാൻ പറ്റുന്ന ദൈവസംവിധാനം. ഫിഡേലിറ്റിയാണ് ഈ സംഭവം. അപ്പോൾ നീ ഏത് കുടുംബത്തിൽ ജനിച്ചാലും നിനക്കത് ഓശാരം കിട്ടിയ വിശ്വാസമാണ്. പക്ഷേ അത് ദൈവം, അത് നിൻ്റെ ഓണർഷിപ്പ് നിനക്ക് തരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ്, പേ ഇൻ ഫെയ്ത്ത് ആൻഡ് ഫിഡലിറ്റി.
അത് നീ വിശ്വാസത്തിലും വിശ്വസ്തയിലുമാണ് നിനക്ക് പേ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ദൈവം ഇല്ലെന്ന് തോന്നുന്ന ഒരു സമയം വരും. പക്ഷെ ആ സമയം നീ ഓർക്കും, ഇപ്പോൾ ദൈവം മനഃപൂർവ്വം കരുതിക്കുട്ടി മാറാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മനഃപൂർവ്വം കരുതിക്കുട്ടി മാറും ദൈവം നിൻ്റെ ജീവിതത്തിൽ നിന്ന്. അത് നീ മനസ്സിലാക്കണം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത്. ഈ പറഞ്ഞ് മനഃപൂർവ്വം നിൻ്റെ ജീവിതം നിൻ്റെ കുടുംബത്തിൽ ദൈവം മാറും. നിനക്ക് അതായത് ഇപ്പം എന്താ പറയണത്? കർത്താവ് 21:5 ചോദിക്കത്തില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 21:5 എന്താ ചോദിക്കണത്? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? അതാണ് ഒരു ചോദ്യം. നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ എന്ന്. ആ ചോദ്യത്തിൻ്റെ കൂടെ എനിക്ക് കൂട്ടിവെക്കാൻ ഇഷ്ടം ഏതാണെന്നറിയാവോ? ഈ 21:5 ചോദ്യമുള്ളത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുത്ത് മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണ ഈശോയ്ക്കറിയാം ആ കടലിൽ കരുനന്തം പോലും ഇല്ലെന്ന്. അത് ഈശോയാണ്. അതറിയണമെങ്കിൽ നിങ്ങൾ മത്തായി 17:27 വായിച്ചാൽ മതി. മത്തായി 17:27 വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടായിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കടലിൽ ഒരു മീൻ ഓടി പോകുന്നുണ്ട്. ആ മീനിൻ്റെ വായിൽ നാണയം ഇരിപ്പുണ്ട്. പോരെ? അപ്പം കടലിൽ മീനുണ്ടാകുന്ന മാത്രമല്ല, ആ മീനിൻ്റെ വായിൽ എന്തുണ്ടെന്ന് വരെ കർത്താവിനറിയാം. ആ ആളാണ് വന്ന് ഭംഗിവാക്കി ചോദിക്കണത്, മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന്. അവിടെ കരുനന്ദൻ ഇല്ലെന്നുള്ള കർത്താവിനറിയാം. അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചോദിക്കണത്. അപ്പോൾ അവർ ഇല്ലെന്ന് പറയുമ്പോഴാണ് ഉടമ്പടി വരുന്നത്. നമ്മുടെ കയ്യിൽ എല്ലാം ഇല്ലായ്മന്നല്ല ഉടമ്പടി വരുന്നത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണ പോലെ ചെയ്യാൻ, മീനില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ അവർ ചെയ്യും. വള്ളത്തിന് വലതുവശത്ത് അവർ വലയിറക്കും. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാൻ പല സമയത്തും നമുക്ക് ഇല്ലായ്മകളെ ഫേസ് ചെയ്യേണ്ടി വരും. യു ഗോട്ട് ദ പോയിന്റ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാൻ വിശ്വാസത്തിൻ്റെ 2ാം നിലവാരം, വിശ്വസ്തതയുടെ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ്. കോളേജ് പഠനം, വിശ്വാസം എന്ന് പറയുന്നത് എല്ലാം PDC വരെയുള്ള പഠനങ്ങളേ ഉള്ളൂ. അത് ഞാൻ പിന്നെ കോളേജ് ഗ്രാജുവേഷൻ പഠനം. ഈ ഗ്രാജുവേഷൻ തുടങ്ങുമ്പോഴാണ് എന്ത് പറയുന്നത്? ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യണത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ന്യായമായി വേണ്ട കാലത്ത് മാർത്തായ്ക്കും മറിയത്തിന് ന്യായമായി വേണ്ട സമയത്ത് അന്യായമായി മാറിക്കളയുന്ന ദൈവം. അത് നിങ്ങൾ ചിന്തിക്കണം. അത് മർത്തായുടെ മറിയത്തിൻ്റെ മാത്രം അനുഭവമല്ല, വിശ്വാസക്കോടിയുടെ അനുഭവമാണ്. ന്യായമായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ അന്യായമായി മാറിക്കളയുന്ന ദൈവം, ആബ്സെൻസ് ഓഫ് ഗോഡ്. അത് എന്താ സംഭവിക്കണത്? അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ബുദ്ധി, ബോധം, വിവേചനമുള്ള വിശ്വാസി പറയും, എൻ്റെ കർത്താവ് തിരിച്ചു വരും. അതൊരു 1.5 വരവായിരിക്കും. അതുകൊണ്ട് ഞാൻ അമ്മയെപ്പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കും. മാർത്ത ഹൃദയത്തിൽ സംഗ്രഹിച്ചില്ല, മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചില്ല. പക്ഷെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച കൊണ്ടാണ് ഞാൻ അമ്മയെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള കാലാവസ്ഥകളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ക്രിസ്തുവുമായിട്ടുള്ള ഓരോ വിഷയത്തിലും ഒരു വിശ്വാസി എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് അപ്പോസ്തലന്മാരിൽ നിന്നല്ല, അമ്മയിൽ നിന്നാണ്. കാര്യം എന്താണ്? അമ്മ അറിഞ്ഞത്, അമ്മ എന്ത് ചെയ്യണമെന്ന് അവനെ അറിയാമായിരുന്നെന്ന് അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അവനെ അറിയാമായിരുന്ന ആളാണ് അമ്മ. നേരത്തെ അറിയാം. അതാണ് വിഷയം. അതാണ് അപ്പോസ്തലന്മാരും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് വി പ്രൊമോട്ടിങ് മേരി. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിനെ നീ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയുടെ പാഠങ്ങളും നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും തന്നെയാണ് എപ്പോഴും ലോകത്തിന് വെളിച്ചമായിട്ട് വരണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഓൺലൈനിലുള്ളവരെല്ലാവരും നിൽക്കുക. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പാഠങ്ങളെ നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിൻ്റെ കാലാവസ്ഥ മാറ്റങ്ങൾ വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ മനസ്സിനൊപ്പം നിൽക്കാനും സഞ്ചരിക്കാനും അമ്മ നൽകിയ മരിയൻ പാഠങ്ങൾ, ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ നിന്ന് കർത്താവ് നമ്മൾക്ക് പകർന്നു നൽകി.
കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇപ്പോഴ് ഉടമ്പടി എടുത്ത എല്ലാ മക്കളും ഈ ധ്യാനം ലൈവായി എപ്പോഴെല്ലാം എവിടെയെല്ലാം കൂടുന്നു അവരെല്ലാം അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അതിന്മേലെല്ലാം ദൈവം നടപടി സ്വീകരിക്കാൻ പോകുന്ന സമയമാണിത്. എൻ്റെ ദൈവ പൈതൽ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ദൈവം ജ്വലിച്ച് നിൽക്കുന്ന സമയം, അമ്മ മധ്യസ്ഥം വഹിക്കുന്ന സമയം. നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണ് രോഗം, എവിടെയാണ് വേദന, എവിടെയാണ് ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ ശരീരത്തിൻ്റെ പരാധീനതകൾ, കുടലിൽ സിസ്റ്റുള്ളവരെ, ആമാശയത്തിലേക്ക് സിസ്റ്റുള്ളവരെ, കുടലിൽ കുരുക്കളുള്ളവരെല്ലാം അടിവയറ്റി കൈവെക്കട്ടെ. ഫിസ്റ്റുല രോഗികൾ അടിവയറ്റി കൈവെക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ മോഹനത്തികരം ഇവിടെ കർത്താവ് പതിയുന്ന അടിപ്പിട പോലെ ദൈവത്തിൻ്റെ ദൈവിക ശക്തി അതിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. നെറ്റിയിലെ മറാത്ത തലവേദന ഉള്ളവർ നെറ്റിയിലെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. മറാത്ത തലവേദനയുള്ളവർ യേശുനാമത്തിൽ കൈകൾ വെക്കട്ടെ. പ്രഷർ രോഗികളെ ശിരസിൽ കൈവെക്കട്ടെ. ഷുഗർ രോഗികളെ ശിരസിൽ കൈവെക്കട്ടെ. അസ്ഥിവേദന ഉള്ളവർ അസ്ഥിക്കുഴകളിൽ കൈവെക്കട്ടെ. വാദരോഗികൾ വാദത്തിൽ രോഗത്തിൽ സന്ധിബന്ധങ്ങളിലൊക്കെ അവർ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അങ്ങനെ തിരുസന്നിധി ബ്ലഡ് ഷുഗർ ഉള്ളവരെ അത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഉള്ളക്കാലം മുതൽ കർത്താവ് ഉച്ചവരെ കർത്താവ് ഓരോരോ രോഗങ്ങളെ കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഭ്രാന്ത് വന്നിട്ടുള്ളവരെ, അപസ്മാര രോഗികൾ കർത്താവ് അങ്ങനെ തിരിച്ചെന്നെ അവരുടെ തിരുരക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മാനസിക രോഗികൾ, ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് തിരുരക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശിരസ്സും കഴുത്തും കർത്താവ് ഒടിഞ്ഞു നിൽക്കുന്നവരെ, തളർന്നു നിൽക്കുന്നവർ കർത്താവ് കടുത്ത കഞ്ചാവിന് അടിമപ്പെട്ടിരിക്കുന്നവർ, ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർ കർത്താവ്, ജയിലിൽ കിടക്കുന്നവർ കർത്താവ് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കർത്താവ്, കല്യാണം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കുടുംബത്തിൽ കർത്താവ് സ്ഥിരം കുടുംബത്തെ ദ്രോഹിക്കുന്ന മക്കൾ കർത്താവ് മാതാപിതാക്കന്മാരെ നോക്കാത്തവർ, തിരക്കാത്തവർ കർത്താവ്, പലതരത്തിൽ കർത്താവ് വിഷമം അനുഭവിക്കുന്ന കർത്താവ്, പല വിഷയങ്ങളിലും വ്യക്തികളും കർത്താവ് ഉപദ്രവിക്കുന്നവർ, ഭീഷണിപ്പെടുത്തുന്നവർ കർത്താവ്, പല വിഷയങ്ങൾ കർത്താവ്, ഭൗതിക സാഹചര്യം, വീടില്ലാത്തവരെ, വെളിച്ചമില്ലാത്ത കർത്താവിന്, വഴിവിളക്കുകളില്ല കർത്താവ്, വെളിച്ചമില്ലാത്ത കർത്താവ്, കറണ്ട് ലഭിക്കാത്തൊരു കർത്താവ്, വെള്ളം ലഭിക്കാത്തൊരു കർത്താവ്, ജോലി ലഭിക്കാത്തൊരു കർത്താവ്, ജോലിക്ക് പോകാൻ വേണ്ടി കർത്താവ് വാഹനമില്ലാത്തൊരു കർത്താവ്, വ്യത്യസ്തമായ ഓരോരോ വിഷയങ്ങളിൽ കർത്താവ് പ്രത്യേകം പ്രയാസം അനുഭവിക്കുന്നവർ കർത്താവ് അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിശുദ്ധമായ മരുന്നുകാരൻ മകളുടെ മുടിക്കൊഴിയുന്നവർ കർത്താവ്, ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ കർത്താവ് യേശുവിനെ വിശുദ്ധമായ രക്തത്തെ സ്പർശിക്കട്ടെ. കർത്താവ് അപസ്മാര രോഗികൾ കർത്താവ് കർത്താവ് അങ്ങനെ രക്തത്തെ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തെ കർത്താവ് സ്പർശിക്കുന്ന കർത്താവ്, ഡൗൺ സിൻഡ്രോം ഉള്ളവർ കർത്താവ് എപ്പിലെപ്സി രോഗികൾ കർത്താവ് അങ്ങനെ സ്പർശിക്കണമേ. വിശുദ്ധ രക്തത്തെ സ്പർശിക്കുന്നത് പറഞ്ഞത് സാമ്പത്തിക കടങ്ങളുള്ളവര്, കടങ്ങളെ കർത്താവ്, കടകൾ പൊട്ടിപ്പോയവർ, വരുമാന മാർഗമില്ലാത്തവർ കർത്താവ്, ജോലി നഷ്ടപ്പെട്ട കർത്താവ്, ജോലി നഷ്ടപ്പെട്ട് പുറത്തു നിൽക്കുന്ന കർത്താവ്, പരീക്ഷ തോറ്റ കർത്താവ്, നൈപുണ്യ പരീക്ഷയുടെ കർത്താവ്, അതുപോലെ തന്നെ കർത്താവ് പലതരത്തിലുള്ള യോഗ്യത പരീക്ഷയുടെ കർത്താവ്, അത് എഴുതി തോറ്റ പരീക്ഷ കർത്താവ്, അത് അതിൻ്റെ ഉത്തരം കർത്താവ്, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവ്, കുടുംബത്തിൽ കലഹമുണ്ടായി കർത്താവ്, മാനസികമായിട്ട് ഭാര്യാഭർത്തക്കന്മാർ അകന്നു പോയവർ, ഡൈവേഴ്സിന് ഒരുങ്ങുന്നവർ കർത്താവ്, ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം കർത്താവ് വീണ്ടും യോജിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കർത്താവ്, അവരെല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു തുണ്ട് ഭൂമി ഇല്ലാത്ത സ്ഥലത്ത് കടലോരങ്ങൾ താമസിക്കുന്നവരെ കർത്താവ്, കടലിൻ്റെ ഭീഷണി അനുഭവിക്കുന്നവരെ, അവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ വിറങ്ങി നിൽക്കുന്നവരെ, അവിടെ വിഷയങ്ങൾ മുഴുവനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. മലയോരങ്ങൾ താമസിക്കുന്നൊരു കർത്താവ്, മലയോരങ്ങൾ താമസിക്കുന്ന കർത്താവ്, വൃഷ്ടിപ്രദേശങ്ങളും കർത്താവ്, ഉരുപൊട്ടലുള്ള സ്ഥലങ്ങളെല്ലാം കർത്താവ്, ഭീഷണിയോടെ താമസിക്കുന്നവർ, വെള്ളമൊഴുക്ക് പാടുള്ളവർ കർത്താവ്, പ്രളയം വന്ന് മുടിയവർ കർത്താവ്, പ്രളയം വരുമോ ഇല്ലയെന്ന് പറഞ്ഞ് പേടിക്കുന്നവർ കർത്താവ്, ഇങ്ങനെ എന്ത് ചെയ്യും, എവിടെ പോയി എങ്ങനെ ജീവിക്കുന്ന അറിയാൻ പറ്റാതെ വേദനയോട് ജീവിക്കുന്നവരെ സ്പർശിക്കണമേ. മക്കളെ ഓർത്ത്, മക്കളുടെ ദുർനടപ്പിന് ഓർത്ത്, മക്കളുടെ തെറ്റായ പ്രണയ ബന്ധങ്ങളെ ഓർത്തുകൊണ്ട്, വിശ്വാസ തകർച്ച ഓർത്തുകൊണ്ടും, കൂദാശ ജീവിതം വിട്ടുനിൽക്കുന്നതിന് ഓർത്തുകൊണ്ട് കർത്താവ് വ്യത്യസ്തമായ വിഷയങ്ങളിൽ വേദന അനുഭവിക്കുന്നവരെ ദൈവമേ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന്, സഭയുടെ അധികാരത്തെ കുറിച്ചിട്ട് അടയാളത്തിൽ മാർഗരോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിന് മാറിപ്പോകട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശീർവാദത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ മുട്ടുകൾ കുത്തി, കൈകൾ കൂപ്പി, കണ്ണടച്ച് മൗനമായി നിൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്.
ഹല്ലേലൂയ. കർത്താവായ ഈശോ ഇതാ നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള്, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ ടെലിവിഷൻ ചാനലിലൂടെയും കൃപാസനം യൂട്യൂബ് ചാനലിലൂടെയും കണ്ട് പ്രാർത്ഥിക്കുന്നവര്, നിയോഗാർത്ഥം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നവര് കർത്താവ് ആശീർവദിക്കുകയാണ്. ഉടമ്പടി 1, 2, 3, 4 തവണകൾ പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ചവരെ ഈശോ ആശീർവദിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കൃപാസനത്തെ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന് ധ്യാനഗുരു ഡോക്ടർ ഫാദർ VP ജോസഫ് വലിയവിട്ടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസന ശുശ്രൂഷകളെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക ആയിരങ്ങള് ബഹുമാനോട് ജോസഫിന്റെ കയ്യൊപ്പ് ശുശ്രൂഷ രോഗികളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.